നമുക്ക് വളരെ വേഗം വചനത്തിലേക്ക് കടക്കാം. കുറച്ചധികം കാര്യം പറയാനുണ്ട്, സമയം വളരെ കുറച്ചേ ഉള്ളൂ. സ്തോത്രം. അത് കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാം. നാളെ അവധിയല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ 2 വാക്യമാണ് വായിച്ചത്. വളരെ മനോഹരമായ വാക്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള, വെളിപ്പാട് പുസ്തകത്തിൽ വളരെ ഇഷ്ടപ്പെടാൻ തരമുള്ള 2 വാക്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചൊരു വാക്യമാണ്. കുഞ്ഞാടിനൊരു കല്യാണം വന്നിരിക്കുന്നു, തൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ സൈന്യം ഒരുമിച്ച് പാടി ആരാധിക്കുന്ന ഒരു രംഗം. 19-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. 19-ാം അധ്യായം വായിച്ചോണം. മൈക്കൂടെ ഓൺ ചെയ്തോ? വായിച്ചോ. അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ. ഇതാണ് പെന്തക്കോസ്തുകാർ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ശബ്ദം. ഇത് സ്വർഗത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പോകുമ്പോൾ, യോഹന്നാൻ മാത്രമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുള്ളയാൾ. അത് കുഴപ്പമില്ല, വേറെന്തോ പ്രയാസം കൊണ്ട് വിളിച്ചതാണ്, സാരമില്ല, അതൊക്കെ ഉണ്ടാവണം. ഓക്കെ, അവർക്ക് ധൈര്യമുണ്ട്. ഇവിടെ ആകുമ്പോൾ വിളിച്ചാൽ ആരും ഒന്നും ചെയ്യുകയല്ലെന്ന്. സ്വതന്ത്രം. എനിക്ക് വളരെ സന്തോഷമുള്ള, ഇതുപോലെ വിളിച്ചിട്ട് പോയവരുടെ കൺവെൻഷന് പിന്നീട് പ്രസംഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഒച്ചത്തിലുള്ള എനിക്ക് ഇതൊക്കെ അവർ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്വതന്ത്രം. അവരിത്രയും ഉഷാറുള്ള, ചിലതാണെങ്കിൽ ഒന്നിനും കൊള്ളുകയല്ല. ഇങ്ങനെ കണാമണാന്ന് കിടക്കും, ഒരു നയാ പൈസയ്ക്ക് കൊള്ളത്തില്ല. ഇത് എള്ളാണോ ഒന്നും മനസ്സിലാവത്തില്ല, കോഴിക്കാഷ്ടമാണോ ഒന്നും മനസ്സിലാവത്തില്ല. സ്വതന്ത്രം. ഇതുപോലെ ഉഷാർ വേണം ആൾക്കാരായാൽ, അല്ലേ? പൗലോസിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശൗലായിരുന്നപ്പോൾ ദൈവസഭയെ മുടിക്കാൻ വേണ്ടി മെനക്കെട്ടിറങ്ങി തിരിച്ച ആളാണ്. അയാളെയാണ് കർത്താവ് വിളിച്ചത്. അല്ലാതെ അതിലേ നടന്ന എത്രയോ ഒന്നിനും കൊള്ളാത്തവന്മാരുണ്ടായിരിക്കും, അതിനൊന്നും കർത്താവ് വിളിച്ചിട്ടില്ല. സ്വതന്ത്രം. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ലെറ്റ്സ് കം ബാക്ക്. ഇവിടെ സ്വർഗത്തിൽ ഹല്ലേലൂയ എന്ന പദം യോഹന്നാൻ കേട്ട് അതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലനെ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം, ഭാവിയിൽ വരുന്ന സഭയ്ക്ക് എന്താണ് അവർക്ക് നിത്യതയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ, ആദ്യ നൂറ്റാണ്ടിൽ ജനം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്ത്യാനി എന്ന പരിഹാസ പേര് കേട്ട് അവരിങ്ങനെ മുമ്പിലോട്ട് പോവുകയാണ്. പീഡ എന്ന് പറഞ്ഞാൽ നിലം തൊടാത്ത പീഡയാണ്. ക്രിസ്ത്യാനിയെ എവിടെ വെച്ച് കണ്ടാലും ഓടിച്ചിട്ട് കൊന്നുകൊണ്ടിരുന്ന ഒരു കാലം. പെന്തക്കോസ്തുകാരെയും ഒരു 50 കൊല്ലത്തിന് മുമ്പൊക്കെ വല്ലാതെ ഉപദ്രവിച്ചിരുന്ന കാലമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവരെ ചാണകം കലക്കി മുകളിൽ ഒഴിച്ചിരുന്ന കാലമുണ്ട്. അവർ തമ്പേറ് കൊട്ടി പാടുമ്പോൾ ഇവർ പാട്ട കൊട്ടി ബഹളം ഉണ്ടാക്കിയിരുന്ന കാലമുണ്ട്. ഇങ്ങനെ പെന്തക്കോസ്തുകാരെ വല്ലാതെ ആക്ഷേപിച്ചിരുന്ന കാലം നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. ഇപ്പൊ പിന്നെ അവരൊക്കെ മാറിയതിന് കാരണം, പെന്തക്കോസ്തുകാര് എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അവർക്കറിയാം, അല്ലേ? പെട്ടെന്നൊന്നും പാട്ട കൊട്ടിയാൽ വീട്ടിൽ പോകാൻ പറ്റൂല എന്നവർക്കറിയാം. അതൊക്കെ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് ചീത്ത വിളിക്കാം, ഒന്നും പറയത്തില്ല, അല്ലേ? ഇന്നിപ്പോൾ ഓടി വണ്ടി കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമെന്നേ ഉള്ളൂ. അപ്പോഴെന്നെ ഇവിടെ അങ്കിളന്മാരിങ്ങനെ നോക്കി ആരടാന്ന് എന്ന് പറഞ്ഞാൽ നിന്നിട്ട് അതുപോലെ വിളിച്ചു നോക്കട്ടെ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൃപയിൽ വന്നവരല്ല. സഹോദരൻ, അതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് പണ്ടത്തെ പീഡ ഇന്നില്ല, അല്ലേ? ഞങ്ങളെയൊക്കെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വളയുമ്പോൾ നമുക്കൊരു 4 ബൈക്ക് എസ്കോട്ട് വരും. അവർ ചിലപ്പോൾ വേണമെങ്കിൽ വീട് വരെയും വരും. എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, അവർ ഞങ്ങൾക്ക് കാവലാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ദൂതനൊന്നും പറയേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട്. പാസ്റ്റർ ധൈര്യമായിട്ട് വണ്ടി എടുത്തു എന്നൊക്കെ പറയാറുണ്ട് ചിലയിടത്തേലും, അല്ലേ? നമുക്ക് ചിരിയും തോന്നാറുണ്ടെങ്കിലും അവർ പറഞ്ഞല്ലേ എന്ന് വെച്ചാൽ നമ്മളൊക്കെ പോകാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പീഡയ്ക്ക് ഇന്നൊരല്പം കുറവ് വന്നിരിക്കുന്ന, ഒരു അയവ് വന്നിരിക്കുന്നതിൻ്റെ കാരണം നാട്ടുകാർ രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷിക്കപ്പെടാത്ത കുറേ എണ്ണം ഇതിനകത്ത് പെട്ടുപോയത് കൊണ്ടാണ്. അതവർക്ക് മനസ്സിലായി, അത് പൊളിക്കുമെന്നുള്ളത് മനസ്സിലായിട്ടാണ് അതങ്ങനെ ആ ഒരു രംഗത്തിലേക്ക് അങ്ങനെ പോകും. നമുക്ക് ആ ഭാഗത്തേക്ക് തൽക്കാലം നമുക്ക് പോകണ്ട. ആദ്യ നൂറ്റാണ്ടിലെ സഭ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, പൗലോസ് തിമോഥെയോസിനും തീത്തോസിനും ഒക്കെ ലേഖനം എഴുതുമ്പോൾ പ്രധാനമായി എടുത്തു പറയുന്ന വിധവമാരെ കുറിച്ചാണ്. എങ്ങനെ വിധവമാരെ ട്രീറ്റ് ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, സഭയിൽ ഒരു പ്രത്യേക വിങ് വിധവമാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിധവമാരെ ടേക്ക് കെയർ ചെയ്യാൻ. അങ്ങനെ എന്തിനു ആവശ്യം വന്നെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആണുങ്ങൾ ക്രിസ്തു നിമിത്തം കൊല്ലപ്പെട്ടു, ഒരുപാട് പേര് ഭർത്താക്കന്മാരില്ലാത്തവരായി മാറി. അവരെ സംരക്ഷിക്കേണ്ട ചുമതല പോലും ദൈവസഭയ്ക്കുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു സ്തേഫാനോസിന്റെ ആന്റിമാർക്ക് ചോറും വിളമ്പിക്കൊണ്ട് നടക്കാതെ അതൊക്കെ ദൂരെ കളഞ്ഞേച്ച് പുള്ളി പ്രസംഗിക്കാൻ പോയി. അങ്ങനെയാണ് തല്ലുകൊണ്ട് മരിക്കുന്നതും അതിനുശേഷം ദൈവസഭ ചിതറുന്നതും പിന്നീട് ദൈവസഭയുടെ വ്യാപനം ഉണ്ടാകുന്നതും. അല്ലാതെ മര്യാദയ്ക്ക് അവിടെ നിന്ന് ആന്റിമാർക്ക് കഞ്ഞിയും വിളമ്പിക്കൊണ്ടിരുന്നെങ്കിൽ അതിലൊരെണ്ണത്തിനെ കല്യാണം കഴിക്കായിരുന്നു, മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നു.
ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരുമാതിരി കഷായം കുടിച്ച് പോലെ ഇരിക്കുന്ന പറ്റി നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഞാൻ നോക്കി ഇങ്ങനെ ഒരുമാതിരി കഷായം കുടിച്ച പോലെ ഇരിക്കുകയാണ്. സ്വതം വളരെ സന്തോഷത്തോടെ ഇരിക്കുക അല്ലേ. അപ്പൊ സ്തേഫാനോസ് അതിനൊന്നും പോയില്ല. സ്തേഫാനോസ് കർത്താവിനോടുള്ള ആവേശം മൂത്ത് അയാൾ പുറത്തിറങ്ങി സിനഗോഗിന്റെ മുമ്പിൽ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അയാളെ വളഞ്ഞിട്ട് കല്ലെറിയുന്നത്. കല്ലെറിയാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും അയാളെ കൊല്ലാൻ വേണ്ടി ചുക്കാൻ പിടിച്ചതുമാണ് ശൗൽ. ശൗലിനെ കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ, നിങ്ങൾക്കറിയാം ദമസ്കോസ് സിറിയയിലാണ്. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേൽ ദമസ്കോസ് പിടിച്ചെടുത്തത് അല്ലെ. സിറിയയുടെ ഒക്കെ രീതി മാറി വരികയാണ്. ദമസ്കോസ് ഒക്കെ ആദ്യത്തെ ക്രൈസ്തവ പട്ടണങ്ങളായിരുന്നു. പിൽക്കാലത്ത് ഇസ്ലാം അതെല്ലാം കൊണ്ടുപോയി ഇസ്ലാമ്യവൽക്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതാ ഇസ്രായേൽ അവകൾ തിരിച്ചെടുക്കുകയാണ്. ബൈബിൾ പ്രവചനങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിക്ക് ആ ഭാഗങ്ങളൊന്നും കടന്ന് സംസാരിക്കാൻ ഒക്കില്ല, ഒരുപാട് സമയമെടുക്കും അത് സംസാരിച്ച് നിങ്ങളെ മനസ്സിലാക്കിച്ചു തരണമെങ്കിൽ. ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം കടക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞത്, ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് ശൗലിനെ കുതിരപ്പുറത്തുനിന്ന് നിലത്ത് തള്ളിയിട്ടിട്ട് ശൗലിനെ മാനസാന്തരത്തിലേക്ക് നടത്തി. ആ ശൗലാണ് പിൽക്കാലത്ത് ക്രിസ്തുവിന് വേണ്ടി പ്രസംഗിക്കാൻ നെഞ്ചും നെറ്റിയും നിവർത്തി മുൻപിലേക്ക് നിന്ന മിടുക്കൻ. അയാൾ എഴുതിയ ലേഖനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ച് ബലപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ആദ്യകാലത്ത് ദൈവസഭയെ വല്ലാതെ പീഡിപ്പിച്ചിരുന്നു. പീഡകളുടെ നടുവിൽ ഞങ്ങളിങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭാവിയിൽ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധവും അവർക്കുണ്ടായിരുന്നില്ല. ആ ബോധം ദൈവജനത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം തന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വർഗത്തിൽ കൊണ്ടുചെന്ന് ഭൂമിയിൽ പീഡയും കഷ്ടതയും വേദനയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുന്നവന് വേണ്ടി കർത്താവ് സ്വർഗരാജ്യത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മ എന്താണെന്ന് കർത്താവ് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. അത് നേരിട്ട് ചെന്ന് കണ്ടു മനസ്സിലാക്കി നാട്ടിൽ മടങ്ങിയെത്തി AD 96 എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പാകത്തിന് എഴുതി തന്നു. ഇന്നേക്ക് 19ാം നൂറ്റാണ്ടിന് മുമ്പ് അത് എഴുതി വച്ചത്, അതിൽ എഴുതി വച്ചിരിക്കുന്ന ഏറെക്കുറെ കാര്യങ്ങൾ സംഭവിക്കത്തക്ക നിലയിലേക്ക് ഞാനും നിങ്ങളും എത്തി നിൽക്കുകയാണ്. ഞാൻ പ്രസംഗിക്കാൻ ആരംഭിച്ചിട്ട് 2.5 പതിറ്റാണ്ടായി, എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ടായി. സ്തോത്രം. അന്ന് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ആകെ പ്രസംഗിച്ചിരുന്നത് സ്തോത്രം എന്താ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഉറപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു. നാളുകൾ ചിലത് കഴിയുമ്പോൾ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നത് പത്രത്തിന്റെ കോപ്പികൾ കൂടി വെച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. കണ്ടോ, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന്. ഇന്ന് എനിക്ക് ഒരു പത്രവും വേണ്ട. നിങ്ങൾക്ക് തന്നെ സ്ഥിരമായി മൊബൈലിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലിനെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തിക്കൊണ്ട് റഷ്യയും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളും ചേർന്ന് ഒരു ലോകമഹായുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതു നിമിഷവും ആ ലോകമഹായുദ്ധം സംഭവിക്കും. വചനത്തിൽ 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ആ യുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ തയ്യാറായി വരുന്നത് കാണുമ്പോൾ ആത്മീകൻ തലകളെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇന്ന് എന്നെ കാണാൻ വേണ്ടി ഒരു സഹോദരൻ വന്നിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അയ്യോ എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ദൈവമക്കളെ ഒരുപാട് അധിക്ഷേപിക്കുകയാണ്, ആൾക്കാർ രക്ഷിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞു, ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉടായ്പ കാണിക്കുന്നതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെടുത്തിട്ട് ഇങ്ങനെ മെഴുകുകയാണ്. അതിനെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു കുഴപ്പമില്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് വ്യാപിക്കേണ്ടത്. കച്ചവടക്കാരെല്ലാവരും പുറത്തു വരണം. സ്തോത്രം. മുട്ടുവേദന, പനി, തലവേദന, ഇതൊക്കെയാണോ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഇതൊന്നും സുവിശേഷത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. ആർക്കൊക്കെ വിസ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ചെല്ലുന്ന വിശ്വാസി പാസ്പോർട്ട് ബാഗിൽ ഇട്ടുകൊണ്ടാണ് ചെല്ലുന്നത്. ഇതിനെയൊക്കെ ഊളംപാറയാണ് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ മീറ്റിങ്ങിന് പോകുന്നിടത്തല്ല പാസ്പോർട്ടുമായിട്ട് വേണ്ട. അതുകൊണ്ട് വിശ്വാസി എന്ന് പറയുന്ന സംഘം ഏതാണ്ട് തലയ്ക്ക് പരുവക്കേട് സംഭവിച്ചിരിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുമ്പോൾ നമ്മളിത് പഠിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരിത് പറയണം, വാർത്താക്കാരൻ ഇത് പറയണം, ഈ കാണിക്കുന്നത് വിവരക്കേടാണെന്നും അല്ലേ, അവരുടെ മുമ്പേ ചെല്ലിരുന്നു കൊടുക്കുന്ന ആൾക്കാർ മൊണ്ണകളാണെന്നും അല്ലേ. അങ്ങനെയാണ് അവിടുത്തെ ITI-കാരൻ പറയുന്നത്, മൊണ്ണയാണെന്ന്. വളരെ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ചെളിയാണ്. എന്താണ് ഇവർ പറയുന്നവർക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനമാണ്. നിങ്ങളത് വായിക്കുന്നു, ഞാൻ റെഫറൻസ് പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു. ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പരുവക്കേടുണ്ടെങ്കിൽ ഞാൻ വണ്ടി കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാം. ഒരു കുഴപ്പമില്ല, ഞാനതിന് മറുപടി പറയാൻ തയ്യാറാണ്. നിങ്ങളെ ആരെയും പറ്റിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടില്ല. നിങ്ങളുടെ ആരുടെയും പോക്കറ്റിലുള്ള കാശ് അനീഷ് പാസ്റ്റർക്ക് ബക്കറ്റിലാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, മനസ്സിലാണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വേണ്ടി അവരൊരുക്കി തന്നിരിക്കുന്ന ഈ തട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എനിക്ക് വിളിച്ചു പറയാനുള്ളത് വരുവാനുള്ള നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്.
നിത്യതയെക്കുറിച്ചാണ്. തിരുവഴുത്തിൽ നല്ല അടിസ്ഥാനമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന തിരുവഴുത്താണ് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളതല്ലാതെ നിങ്ങളുടെ മുട്ടുവേദന മാറ്റിത്തരുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ല. അത്തരത്തിലൊരു ക്രിസ്തുവിനെ കുറിച്ച് തിരുവഴുത്ത് സംസാരിക്കുന്നേ ഇല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. 100 കണക്കിന് ആൾക്കാരാണ് ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആൾക്കാർ പെട്ടിക്കട പോലെ യേശുവിന്റെ പേര് പറഞ്ഞ് കബളിപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എല്ലാ രോഗവും മാറ്റിത്തരും. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആർക്കും രോഗം മാറ്റിത്തരാം, എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കർത്താവ് എല്ലാ രോഗികളെ സുഖാക്കിയിട്ടില്ല. യേശു വന്നതിന്റെ ഉദ്ദേശം എനിക്കും നിങ്ങൾക്കും നിത്യജീവനെ തരാനാണ്. മറ്റാരെ കൊണ്ടും കഴിയാത്ത ഗൗരവമേറിയ കാര്യം ചെയ്തെടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി തീർന്ന് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. എന്നെയും നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, എന്നെയും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കാൻ. മുട്ടുവേദന, പനി, തലവേദന ഇതെല്ലാം ഈ ഉടലിൽ ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഈ ഉടലിൽ നമ്മൾ കുറച്ച് ദിവസം കൂടെ ഇരിക്കത്തുള്ളൂ. ഓർത്ത് അറിഞ്ഞിട്ട് തന്നെയല്ലേ പറഞ്ഞേ? നിങ്ങളൊക്കെ വെറും മിടുക്കന്മാരായി. സ്വതന്ത്രം. ഞാൻ എപ്പോഴും കണക്ക് കൂട്ടാറുണ്ട്. 2050-നും 2060-നും ഇടയ്ക്കാണ് ഞാൻ മരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ശരിക്കും മുറ്റി മരിക്കുകയാണെങ്കിൽ. ഇതിനിടയ്ക്ക് അറ്റാക്ക് വരാം, തലേ തേങ്ങ വിഴുന്ന് മരിക്കാം, ആരെങ്കിലും തല്ലിക്കൊല്ലാം, അല്ലേ? വൈറൽ പനി പിടിച്ച് ചാവാം, എന്ത് വന്നും ചാവാം. ഒരു കാരണവശാലും ചത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും 2060-ന് മുമ്പ് ഞാൻ മരിച്ചിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തിലാണ്. 2025 എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഇനി മാക്സിമം പോയാൽ 35 കൊല്ലം നിന്ന് കറങ്ങിയാൽ മതി. അത് നിന്ന് ഇറങ്ങേണ്ടി വരില്ല, ഉരുണ്ടേ പോവുള്ളൂ. 2050 കഴിഞ്ഞാൽ പിന്നെ ഞാൻ 3 കാലിൽ നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? 3-4 കാലിലൊക്കെ നടക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അത്രയും നീളമൊന്നും പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് കർത്താവ് വന്നില്ലെങ്കിലും അത്രയും ഒന്നും തള്ളിപ്പോകുകയല്ല. അപ്പോൾ അതിന് മുമ്പ് മരിക്കാനുള്ളതാണെങ്കിൽ പിന്നെ എന്തിനായി പറഞ്ഞ് ടെൻഷൻ പിടിക്കേണ്ട കാര്യം? ഇവിടെ എന്താണ് നോക്കാനിരിക്കുന്നത്? അതിനെ വിസ്താരപ്പെടുത്താനോ അപ്പുറത്തെ സ്ഥലം കൂടെ മേടിച്ചെടുക്കാനോ? ഇവിടെ എന്ത് ചെയ്യാനാണ്? നമുക്കിതൊന്നുമല്ല ആവശ്യം. നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങൾ കൂടെ ഈ ഭൂമിയിൽ നമ്മളുള്ളൂ. നമ്മൾ എത്രയും വേഗം ഇവിടെ വിട്ട് പോകാൻ പോവുകയാണ്. ആ ചെന്ന് കയറാനുള്ള ഇടം സന്തോഷപ്രദമായതാക്കി മാറ്റണം. ഇവിടുത്തെ അല്പകാലത്തെ ജീവിതം ഒരിക്കലും സന്തോഷകരമാവില്ല. നിങ്ങൾ ഏത് ആരാധനയ്ക്ക് പോയാലും സന്തോഷകരമായില്ല. ഇന്ന് ഞാനൊരു സഹോദരനെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന ചർച്ചിലാണ് പോകുന്നത്. ഒരിടത്ത് പൊയ്ക്കൊണ്ടിരുന്നാണ്, അവിടെ പിണങ്ങിയിട്ട് വേറൊരു ചർച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന ചർച്ചിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചു, എന്താ അവിടെ പോകുന്നത്? അവിടെ ഞങ്ങൾ ചെന്നിരിക്കും, തീരുമ്പോൾ വീട്ടിൽ പോവും. ഞാൻ ചോദിച്ചു, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടും? ഒരു കാര്യത്തിലും ഇടപെടില്ല. പാസ്റ്റർ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു, ഞാൻ പിടി കൊടുത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്താ പിടി കൊടുക്കാത്തത്? അത് ശരിയാവില്ല. ഞാൻ ചോദിച്ചു, ആ ചർച്ച വിട്ടിട്ട് അടുത്തെവിടെയെങ്കിലും ഇച്ചിരി ഉപദേശമൊക്കെ ഉള്ള ചർച്ചിൽ പോകാത്തത് എന്താ? അതെൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു, ഭാര്യയ്ക്ക് എന്ത് പറ്റി? അതിനവിടെ ചെന്നാൽ ആഭരണം മാറ്റേണ്ടി വരും. അപ്പം ഞാൻ അവരുടെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ശ്മശാനമോകത അല്ലേ? ആരാഭരണം മാറ്റമൊന്നും ചെയ്യരുത്, മുണ്ടോതെ പിടിച്ചിരുന്നോണം അല്ലേ? ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ സഹോദരിക്ക് ഭയങ്കര താല്പര്യമാണ്, അത് ഇത് മാറ്റാൻ പറ്റത്തില്ല, അല്ലേ? എൻ്റെ ചർച്ചിൽ വരാത്തതിൻ്റെ നിർബന്ധത്തിനാൽ ഇയാൾ വന്നത് അഴിച്ചു മാറ്റിക്കുന്നുള്ള ഉറപ്പുകൊണ്ടാണ്. ഞാൻ പാവമാണ്, ഞാനിപ്പോൾ അങ്ങനെ ആരോടും പറയാറില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ തീർത്തും കൊതിയുള്ളവൻ ഇതൊക്കെ ചെയ്താൽ മതി. എന്തിനാ എല്ലാവരും കൂടെ ചെയ്യുന്നേ? എനിക്ക് സ്വർഗത്തിൽ പോയേ പറ്റൂ, അവന് ലോകം വിട്ടല്ലേ പറ്റൂ, അവൻ കളഞ്ഞാൽ മതിയെന്ന്. അല്ലാതെ മീറ്റിങ്ങിന് വരുന്ന എല്ലാവരും കൂടി ഇത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, വല്ലതും മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലേ? മെഡിക്കൽ കോളേജിൽ പോയി സുഖമായി വീട്ടിൽ പോകുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒറ്റ മുണ്ടും കഴുത്തി കെട്ടത്, തലയിൽ കെട്ടേണ്ട ഇതും മൂക്കിൽ വെക്കേണ്ട കോട്ടനൊന്നും വേണ്ട. കുറച്ച് പേര് മാത്രം ആംബുലൻസിൽ വീട്ടിൽ വരും. അവർക്കുള്ളതാണ് ഈ പറഞ്ഞ തലയിൽ കെട്ടും ബാക്കി സെറ്റപ്പ് ഒക്കെ. മനസ്സിലാവുന്നതാണ് ഞാൻ ധരിക്കുന്നത്. സ്വർഗത്തിൽ പോയേ പറ്റൂ എന്ന് വല്ലാത്ത ആവേശമുള്ളവർ ലോകത്തെ വിട്ടാൽ മതി, അല്ലാത്തവർ ലോകത്തെ വിടുകയേ ചെയ്യരുത്. അപ്പം ഞാൻ ആ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിങ്ങനെ അടുത്ത് ഓടിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തിനാണ് ഓടുന്നത്? നാട്ടിൽ കണ്ട ഡോക്ടർമാരുടെ അടുത്തെല്ലാം ചെല്ലും, ആര് മരുന്ന് എഴുതി കൊടുത്താലും കഴിക്കുകയല്ല. പിന്നെ ഇയാളെന്തിനാ ഡോക്ടറെ കാണാൻ പോന്നേ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇയാൾക്ക് എന്താ പദ്യവും ഇഷ്ടമില്ല, ഇയാൾ മരുന്നും കഴിക്കുകയല്ല, ഇയാൾ സുഖാവാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ നിങ്ങൾക്ക്? പിന്നെ ഞാൻ ഇച്ചിരി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, സഹോദര, സ്വർണത്തോട് അവർക്കാണ് ആഗ്രഹമെങ്കിൽ സ്വർഗത്തിൽ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ എനിക്കാണ് ആവേശമെങ്കിൽ അത് സ്വർണത്തോടല്ല, വാച്ച് കെട്ടിയിരിക്കുന്നതിനോടായിക്കോട്ടെ, അല്ലേ? എനിക്ക് വാച്ച് കെട്ടിയേ പറ്റൂ.
ഇത് കെട്ടിയിരിക്കുന്നുണ്ട് തന്നെ ഇത് ഇച്ചിരി പൊക്കി വെച്ചേ പറ്റൂ. പിന്നെ ഇത് നാട്ടുകാരെല്ലാം കാണിക്കണം ഞാൻ ഏത് കമ്പനിയാണ് കെട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ വാച്ചിൽ ഭ്രമമുള്ള ഭക്തന്മാരുണ്ട്. 8ഉം 10ഉം വാച്ചിൽ ഭ്രമമുള്ള ഭക്തനുണ്ട്. ആഭരണം ധരിക്കുകയല്ല, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആഭരണം ധരിക്കാത്തതിലൊന്നും കാര്യമില്ല. മറ്റെന്തിലെങ്കിലും ഭ്രമം ഉണ്ടെങ്കിൽ അത് മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചാരായം തന്നെ കുടിച്ചേ തീരുള്ളുന്നില്ല. മാറ്റാൻ പറ്റാതെ ചായ കുടിച്ചാലും പ്രശ്നം തന്നെയാണ്. അല്ല, മൊത്തം ഒരു ശ്മശാന മൂതല്ലേ. എനിക്ക് തോന്നുന്നു ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒരു ഫീലാണ്. എല്ലാം നമ്മുടെ മയക്കുവെടി വെച്ച് കിടക്കുകയാണ്. മുണ്ടോതിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തെ ഉപേക്ഷിക്കാതെ നമുക്ക് അക്കരെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒന്നിലേക്ക് ചെന്നെത്താൻ നമുക്കാവില്ല. ഈ ലോകം ഉപേക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർ ഏറെക്കുറെയുള്ളവർ കൊല്ലപ്പെട്ടു. കഠിനമാകുന്ന പീഡകളിലൂടെ അവർ പോയി. അവർക്ക് ദൈവം കൊടുത്ത ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം. അത് നേരിട്ട് ചെന്ന് കണ്ടതാണ് നമ്മുടെ യോഹന്നാൻ. ആ യോഹന്നാൻ എഴുതി വെക്കുകയാണ്, സ്വർഗത്തിലെ വലിയ സൈന്യം എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ വലിയ സൈന്യം ഒരുമിച്ച് ആഘോഷത്തോടെ പറയുകയാണ് ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെ, സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാ. സ്തോത്രം. നമ്മളിപ്പോൾ ഈ ഹല്ലേലൂയ പറയുമ്പോൾ അത്ര അങ്ങോട്ട് സന്തോഷം വരാത്തതിന് കാരണം ഈ വയ്യാത്തവരും പറയുകയാണ്, ഇതിനറിയെ താല്പര്യമില്ലാത്തവരും പറയുകയാണ്. മനസ്സിലായി? താല്പര്യമുള്ള 15 എണ്ണം പറയുമ്പോൾ 150 പേര് താല്പര്യമില്ലാത്ത അല്ലേലും വയ്യെന്നും പറയുകയാണ്. മറ്റതങ്ങനല്ല, എല്ലാവരും അതേ ഉഷാറോടുകൂടി പറയുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇവിടേക്ക് ഇപ്പോൾ ആഭരണം മാറ്റുന്ന എല്ലാവരും താല്പര്യം കൊണ്ട് മാറ്റുന്നല്ല, ഉപദേശിമാരുടെ പ്രഷറിൽ മാറ്റുന്ന പലരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ചിലരിങ്ങനെ അസുഖമൊക്കെ പിടിച്ച് വന്നു കഴിഞ്ഞാൽ പറയും ഇത് മാറ്റിയാൽ അസുഖം മാറും. ചുമ്മയാണ്. അങ്ങനെ ഒന്നും മാറില്ല. അസുഖം മാറലും ഇതുമായിട്ട് ഒന്നും ബന്ധമില്ല. മാനസാന്തരം എൻറ്റയർലി ഡിഫറെൻ്റ് ഒന്നാണ്, മൊത്തത്തിൽ വ്യത്യാസപ്പെട്ട ഒന്നാണ്. മാനസാന്തരം അകത്ത് നടക്കേണ്ട ഒരു സാധനമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിങ്ങനെ ഞെക്കി പഴിപ്പിക്കേണ്ടതല്ല. ഇന്ന് നീ മാറ്റാൻ തയ്യാറുണ്ടോ? എത്ര പേര് മുമ്പിലേക്ക് വരാൻ തയ്യാർ? ഞാൻ ഇന്ന് വരെ വിളിച്ചിട്ടില്ല, ഇനി വിളിക്കത്തുമില്ല. എനിക്കതൊന്നും പണിയില്ല. എൻ്റെ പരിപാടി സംഭവം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണമെന്നുള്ളവൻ കേൾക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പല വട്ടം പറഞ്ഞിരിക്കുക വേണമെന്നുള്ളവൻ കേൾക്കട്ടെ. പിന്നെ ഞാൻ എന്തിനാണെന്ന് വെള്ളം വെക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൻ കേട്ടാൽ മതി. നമ്മുടെ ജോലി എന്താണ്? മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തിപ്പിടിക്കണം, അല്ലേ? വിശ്വസിക്കാൻ കെൽപ്പുള്ളവൻ വിശ്വസിക്കട്ടെ, തെറി പറയുന്നവൻ തെറി പറയട്ടെ. അത് നൺ ഓഫ് അവർ ബിസിനസ്, അല്ലേ? എൻ്റെ റോഡേ പോകുന്ന തെറി പറഞ്ഞുകൊണ്ട് പോകുന്നു, അല്ലേ? ഞാനെപ്പോഴും എനിക്ക് എന്താ പറയുക എനിക്ക് ഇങ്ങനെ ഒരല്പം അഹങ്കാരം വന്നാൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള കമൻസ് ഇങ്ങനെ വായിച്ചു നോക്കും, അല്ലേ? ഭയങ്കര ചീത്തയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്. അവർ കയറി ഒരു 2 ചീത്ത വിളിക്കുമ്പോൾ അവർക്കൊരു സമാധാനം. എന്നോട് വെറുപ്പുള്ളവർക്കും അതിൽ കയറി 5-6 ചീത്ത വായിക്കും. അവരുടെ വിചാരം ഞാനിത് വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. എനിക്ക് ഒന്നിന് നേരമില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ കയറി നോക്കുമ്പോൾ തെറിവിളിയൊക്കെ കാണാറുണ്ട്, അല്ലേ? ചിലതിന് ഞാൻ അപ്പോഴും ഉരുളയ്ക്കിപ്പോഴും മറുപടി കൊടുക്കുകയും ചെയ്യും. മൊത്തം ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറയാ, നിങ്ങളടുത്തുള്ള ദേഷ്യം മുഴുവൻ ഞാൻ യൂട്യൂബിൽ തീർത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ ഇച്ചിരി തെറി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കണ്ടില്ല, മൊത്തം തപ്പി ഞാൻ കണ്ടില്ല, ഇവിടെ എന്തോ. അവനൊരു സമാധാനം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നമ്മളെ ശരീരത്തിൽ പൂരിപ്പിച്ചോളാൻ വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ തെറി വിളിക്കുകയോ അടിക്കരുത്, ഒരടിക്കേ ഉള്ളൂ ഞാൻ. ചുരുണ്ട് വീണ് ചത്തുപോകും. സ്വതന്ത്രം, അല്ലേ? പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർ, അതുകൊണ്ടാണ് അവർ പറക്കം പറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നും പറഞ്ഞ് കൊല്ലലൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കൊല്ലുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യം ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാവണം. ആരും കൊന്നില്ലെങ്കിലും മാക്സിമം 25 കൊല്ലം. സ്വതന്ത്രം. ഇന്നൊരു സഹോദരൻ ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പാല് കച്ചവടമുണ്ട്. അപ്പോൾ അതിലേ പോയപ്പോഴത്തേക്ക് എന്നെ ഞാൻ കണ്ടപ്പോൾ പുള്ളിക്കൊരു സംശയം. പുള്ളി ഇനി കയറി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ എടുത്ത് പറഞ്ഞു, അന്നേ മുടി നല്ല വെളുപ്പായിരുന്നു. അതെ, സോറി, അന്ന് കറുപ്പായിരുന്നു, ഇപ്പോൾ വെളുപ്പായി, വയസ്സായില്ലേ? അതാ പുള്ളി ഇങ്ങനെ സൂടി നോക്കിയിട്ട് വന്നേ. എനിക്ക് ഇനി ചിലപ്പോൾ എന്നെ പുള്ളി കാണുമ്പോൾ ഞാൻ കമ്പും കുത്തി നിൽക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കിത് പിടിക്കുകയല്ലെന്ന് എനിക്കറിയാം, അല്ല? യേശുവിൻ്റെ നാമത്തിൽ മുടന്തന്മാർ നടക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ഇൻട്രസ്റ്റ് എന്നും എനിക്കറിയാം, അല്ലേ? കസേരയൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ തുള്ളിച്ചാടുമെന്നും എനിക്കറിയാം. എൻ്റെ പൊന്ന് ദൈവമക്കളെ, നമ്മൾ ഈ ശരീരത്തിലാണ്. ഈ ശരീരം ഇങ്ങനെ ക്ഷയിച്ചേ പോവുള്ളൂ, മേലോട്ട് കയറി പോവില്ല.
അങ്ങനെ നമ്മൾ ആരും വിചാരിക്കും. ഇത് ക്ഷയിച്ച് നമ്മൾ ക്ഷീണിച്ച് ഇതിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങേണ്ടതായി വരും. സ്തോത്രം. ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ വിശദീകരിക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുകയാണ്. സ്തോത്രം. ഇനി ആ വാക്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പെട്ടെന്ന് വായിക്ക്. 7-ാം വാക്യം 19:7. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ കുഞ്ഞാടിന് കല്യാണം നടക്കാൻ പോവാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിവാഹം നടക്കാൻ പോവാ. എവിടാ? സ്വർഗത്തില്. അടുത്ത് പറയാ, തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഞാനും നിങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കർത്താവിന്റെ കാന്തയാവാനാണ്. സെക്കൻഡറി ഒരു ബിസിനസ് നമുക്കില്ല. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാന്തയാവാനാണ്. സ്വർഗത്തിൽ 2 പൊസിഷനേ ഉള്ളൂ. ഒന്നുകിൽ കാന്തയാവാം, ഇല്ലെങ്കിൽ തൊട്ടടുത്ത വായിക്ക്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അപ്പൊ 2 പേരെ അവിടെ ഉള്ള. ഒന്ന് കുഞ്ഞാടിന്റെ കാന്ത. അപ്പൊ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കാന്തയാവാനാ. കാന്തയായില്ലെങ്കിൽ 2ാമത്തെ ഒരു പൊസിഷൻ ഉള്ളത് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ഫുഡ് കഴിക്കാൻ വിളിച്ചിരിക്കുന്നതാ. അതിൽ നമ്മളില്ല. അതിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ജാതികളിൽ നിന്ന് ആരെയും കല്യാണത്തിന് വിളിച്ചിട്ടില്ല. കല്യാണ പെണ്ണാവാൻ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ കാര്യം മനസ്സിലാക്കി തരാം. ഒരു പയ്യൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അയാൾ ചെന്നൊരു പെങ്കൊച്ചിനെ കണ്ടു. അയാളുടെ അതേ ജാതി, അയാളുടെ അതേ പൊസിഷൻ, അതേ പദവി, അതേ ഗമ, എല്ലാ സെറ്റപ്പും അതേ ഇതിലുള്ള പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി ചെറുക്കൻ ചെന്നു. പെങ്കൊച്ചിനെ കണ്ടു. ചെറുക്കൻ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. ചെറുക്കൻ പുറത്തേക്ക് ഇറങ്ങി. അതിന്റെ വേണ്ടപ്പെട്ടവര് പെണ്ണിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ചെറുക്കൻ? അപ്പൊ അവള് പറഞ്ഞു, താല്പര്യമില്ല. മനസ്സിലായോ? അപ്പൊ ആ ചെറുക്കൻ നേരെ അപ്പുറത്ത് ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവൾക്ക് യോഗ്യതയില്ല, സാമ്പത്തികമില്ല, മറ്റൊരു പ്രൗഢിയും അവൾക്കില്ല. ഇതൊന്നും അവൾക്കില്ലെങ്കിലും ഇയാളെ ചെന്നെല്ലാം അവൾക്ക് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവക്കൊരു സുന്ദരമായ വീട് വെച്ചു കൊടുത്തു, അവക്കൊരു കാറ് മേടിച്ചു കൊടുത്തു, അവളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് തേച്ച് വെളുപ്പിച്ച് വൃത്തിയാക്കി, അവക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചു, അവളെ ഇയാളുടെ അത്രയും യോഗ്യത ഉള്ളയാളാക്കി മാറ്റി. എന്നിട്ട് ആ കൊച്ചിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് നേരത്തെ ആരെയാണോ കഴിക്കാൻ വന്നത് അവരെ കല്യാണത്തിന് വിളിച്ചു. സംഭവം പിടികിട്ടി കാണില്ല. ഇനി ഞാൻ ഒന്നുകൂടി പറയാം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇറങ്ങി വന്നത് സ്വന്തത്തിലേക്കാണ്. ഇസ്രായേൽ എന്ന സ്വന്തം ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി വന്നപ്പോൾ സ്വന്തക്കാർ യേശുവിനെ സ്വീകരിച്ചില്ല. അങ്ങനെ യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ജാതികളായ എന്നെയും നിങ്ങളെയും തന്നോട് ചേർത്ത് തന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് തന്നോളം യോഗ്യരാക്കി മാറ്റി നമ്മളെ കല്യാണം കഴിക്കാൻ കർത്താവ് തീരുമാനിച്ചു. ജാതികളായ എന്നെയും നിങ്ങളെ കല്യാണ പെണ്ണാക്കാൻ തീരുമാനിച്ചു. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് കർത്താവിന്റെ കാന്തയാകാം, അല്ലെങ്കിൽ നമുക്ക് എതിർ ക്രിസ്തുവിന്റെ കാന്തയാകാം. 2ഇടത്തും ഫുഡ് കഴിക്കൽ പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ടില്ല. ഒന്നുകിൽ ക്രിസ്തുവിന്റെ കാന്തയാകാം, അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ കാന്തയാകാം. ഇതിൽ ആരുടെ കാന്തയാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ്. എത്ര നാൾ നമ്മൾ ഈ ശരീരത്തിലിരിക്കുമെന്ന് നമുക്കറിയില്ല. 2025 നമ്മളിതേ കണ്ടിരിക്കുന്നു. 2025 ഒടുവിലത്തെ മാസം കാണാൻ ഒക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പ് പറയാനാവില്ല. മാരകരോഗങ്ങളൊന്നും വരണമെന്ന് നിർബന്ധമില്ല. ഇതിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ നമ്മൾ മരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
നമ്മളെല്ലാവരും മരിച്ചേ മതിയാകൂ. മരണം കവച്ചു വെക്കാൻ നമുക്കാർക്കും ആവില്ല. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് മരണത്തെ ജയിച്ച നസറയനായ യേശു ക്രിസ്തു തന്നെ. അതാണ് പത്രോസ് ലേഖകൻ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞ് 500 കൊല്ലം കഴിയുമ്പോൾ മുഹമ്മദ് നബി വന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തു വെറും പ്രവാചകനാണ്, യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു രക്ഷകനല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മാനവകുലത്തിന്റെ രക്ഷയുടെ വാതിൽ അടച്ചിരിക്കുമ്പോൾ അതിന് മുകളിൽ കയറി എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുക്രിസ്തു സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. ഇത് നിസ്സാര കാര്യമല്ല കേട്ടോ, ഇത് നിസ്സാര കാര്യമല്ല. ഞാൻ ഈ യൂട്യൂബ് പരിപാടിയോട് ബന്ധപ്പെട്ടാണ് ഈ ടീമുകളുമായി സംസാരിക്കേണ്ടി വന്നതും കൃത്യമായിട്ട് പൈശാചിക വ്യാപാരത്തെക്കുറിച്ച് പഠനം നടത്തേണ്ടി വന്നതും പഠിച്ചതും. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ആദ്യ നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കഴിഞ്ഞ് സഭയ്ക്കകത്തേക്ക് ലോകം കടന്നുകൂടി. സഭ റോമൻ കാത്തലിക്കായി മാറി. അതിലൂടെ അവർ ഭരണത്തിലേക്ക് കടന്നു. ഇതിനകത്ത് ദൈവിക പ്രവൃത്തി മുഴുവൻ അധപ്പതിച്ചു പോയി. അതിനുശേഷം പതിയെ തല ഉയർത്തിയതാണ് മുഹമ്മദ് നബി. അതോടുകൂടി യേശുക്രിസ്തു ദൈവമല്ലെന്നവർ ലോകത്ത് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തുവിനെ ദൈവമാണെന്ന് അംഗീകരിച്ചിരുന്ന സഭ കാത്തലിക്കായി മാറിയിട്ട് അതുവഴി പിന്നെ മറിയയുടെ പുറകെ പോയി വഴി മുഴുവൻ മാറി അവർക്ക് കിട്ടിയ വഴിയെ അവർ പോവുകയാണ് ഉണ്ടായത്. അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചാൽ കളഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ മാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഇസ്ലാം അങ്ങനല്ല, അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനെ പോലൊരു പകരക്കാരനായ ഒരു ഈസാ നബി അവരുടെ ഖുറാനിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു രക്ഷകനല്ലെന്നും വെറും പ്രവാചകനാണെന്നും ആക്കി തീർത്തുകൊണ്ട് ക്രിസ്തുവിലൂടെ ലോകജനത്തിന് ലഭ്യമാകാനുള്ള രക്ഷയെ അവർ തടസ്സം ചെയ്തു കളഞ്ഞു. കാത്തലിക് എന്ത് ചെയ്തു? മറിയത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഇന്ന് ജനം മുഴുവൻ കൊന്തേഞ്ഞെക്കി മറിയത്തിന്റെ പിറകിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചെന്നറിയാമോ? ലോക രക്ഷകനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പെന്തക്കോസുകാരെ യേശുവിനെ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നെങ്കിലും ഏതളവ് വരെ എന്ന് എനിക്കറിയില്ല. പെന്തക്കോസുകാരെ യേശുവിനെ വിളിക്കുന്നത് ഇപ്പോൾ ഒറ്റ കാര്യത്തിലായിരിക്കുന്നു: മുട്ടുവേദന മാറണം, പനി മാറണം, തലവേദന മാറണം. ലൗകികവും ഭൗതികവുമായ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുവിനെ സേവിച്ച് നടക്കുന്ന പെന്തക്കോസുകാരാ ഒരു കാര്യം തിരിച്ചറിയണം: അതിനല്ല യേശു ഭൂമിയിലേക്ക് വന്നത്. എന്നും നിങ്ങളെ ലോകത്തുനിന്ന് വീണ്ടെടുത്ത് അക്കരെ നാട്ടി കൊണ്ടുപോകാനാണ് നമ്മുടെ കർത്താവ് വന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഭക്തന്മാരെ പണ്ട് പാടിക്കൊണ്ടിരുന്നത്: ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്ന് ശുദ്ധരോടൊത്ത് ഞാൻ യേശുവെ വാഴ്ത്തും. എത്ര മനോഹരമെന്ന് നോക്കിയേ അല്ലേ? മായ ഇൻപം വിടുന്നേ, ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്. അത്ര കൃത്യത ഉള്ളവരായിരുന്നു ഭക്തന്മാർ. ഞാൻ ഒരു ഭാഗം മാത്രം പറഞ്ഞ ആ ഭാഗം ക്ലോസ് ചെയ്യുകയാണ്. ഒന്ന്, കുഞ്ഞാടിന്റെ കല്യാണത്തിനായി കാന്ത ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ കാന്തയാകാൻ കഴിയാതെ പോയാൽ നമ്മുടെ പൊസിഷൻ എതിർ ക്രിസ്തുവിന്റെ കാന്തയായി മാറും. പിടികിട്ടിയല്ലോ? ഇനി ഞാനൊന്ന് മടങ്ങി വരട്ടെ. ഇനി 21-ാം അധ്യായം 1-2 വാക്യങ്ങളോടൊന്ന് വായിക്കാം. 21-ന്റെ 1-2 വാക്യങ്ങൾ കൂടി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും ആകാശവും ഒഴിഞ്ഞു പോകുമെന്ന്. അപ്പൊ പിന്നെ നമ്മളിവിടെ റിസ്ക് എടുത്ത് ലോൺ എടുത്ത് സ്ഥലം മേടിപ്പും ലോണടപ്പുമാണ് മനുഷ്യന്റെ ആയുസ്. വല്ല കാര്യമുണ്ടോ? കർത്താവ് തരുന്നെങ്കിൽ സ്ഥലം മേടിച്ചോളൂ, കർത്താവ് സമ്പത്ത് തരുന്നെങ്കിൽ വീട് വെച്ചോളൂ. ഇതിനു വേണ്ടി ജീവിതം നശിപ്പിച്ചാൽ എവിടെ ചെന്ന് തീരും? ഇതിനു വേണ്ടി ഉറക്കളച്ച് നിങ്ങൾ നടന്നാൽ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പം വലിയ വീട് വെച്ചോ, അതിന് ലോൺ അടച്ചോ, ഇതൊന്നുമല്ല ചോദ്യം. ലോകത്തെ ജയിച്ചോ എന്നുള്ളതാണ് ചോദ്യം. സ്തോത്രം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു.
സ്തോത്രം. എഫേസ്യർ 1:4 പറയുന്നത് എങ്ങനെയാണ്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. മാന്യ സുഹൃത്തുക്കളെ, നമുക്ക് വീട് തരാൻ യേശു മരിച്ചിട്ടില്ല, നമുക്ക് കാറ് തരാൻ യേശു മരിച്ചിട്ടില്ല, നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ യേശു മരിച്ചിട്ടില്ല, നമ്മുടെ രോഗം മാറ്റാൻ യേശു മരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അയാൾ പറഞ്ഞത്, ഞാൻ 4 കൊല്ലം ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, ഇപ്പോൾ അയാൾ മണലിറക്കിക്കൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഇച്ചിരി പണി നടക്കുന്നുണ്ട്, അവിടെ കുറച്ച് മണലിറക്കി തന്നു. എന്നിട്ട് പുള്ളി അവിടെ വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, സഹോദര എന്തോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തെ മേലെല്ലാം പച്ചയൊക്കെ കുത്തിയിരിക്കുക. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഞാൻ പെന്തക്കോസ്തുകാരനായിരുന്നു, എന്നിട്ട് ഞാനിപ്പോൾ അതൊക്കെ മതിയാക്കി. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എവിടെ പോവുകയാണ്? ഞാൻ CSI നിന്നാണ് കല്യാണം കഴിച്ചത്, പിന്നെ ഇപ്പോൾ പള്ളിയിലൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ പെന്തക്കോസ്തിൽ പോയത് തൊട്ട് എനിക്ക് തുടങ്ങിയ മെനകേടുകളാണ്, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. അയാളുടെ പാസ്റ്റർ പറഞ്ഞു പോലും ചിരിക്കുന്നത് പാപമാണെന്ന്. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, പെന്തക്കോസ്തിൽ ചെന്നതിന് ശേഷം അയാളുടെ അപ്പൻ ഇട്ടേച്ചു പോയി. പിന്നെ അദ്ദേഹത്തിന്റെ ബ്രദർ പള്ളി പോകുമായിരുന്നു, അയാൾ ഒരു ആക്സിഡന്റിൽ മരിച്ചു. എൻ്റെ അടുത്ത് പറയാണ്, 17 ദിവസം അവൻ കിംസ് ഹോസ്പിറ്റലിൽ കിടന്നു, 30 ലക്ഷം രൂപ ചെലവായി. അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അവൻ രക്ഷപ്പെട്ടില്ല. അതോടുകൂടി എനിക്ക് മിച്ചം കർത്താവിലുണ്ടായിരുന്ന വിശ്വാസവും നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചിരുന്നത് യേശുക്രിസ്തു ഏതാണ്ട് രോഗികളെല്ലാം സുഖമാക്കുന്ന അങ്ങനത്തെ കച്ചവടക്കാരനെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? യേശുക്രിസ്തു അങ്ങനത്തെ കച്ചവടക്കാരനല്ല, അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്, അല്ലേ? യേശുക്രിസ്തു അതിൻ്റെ ആളല്ല. യേശുക്രിസ്തു ആരാണെന്ന് ജനത്തിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന് പറ്റിയ അപകടമാണ്. ഞാൻ പിന്നെ അവനോട് യേശുവിനെ കുറിച്ച് സരസമായി സുവിശേഷം പറഞ്ഞു. അവൻ നോക്കട്ടെ പാസ്റ്ററെ, ചർച്ചിൽ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവന് കൃത്യമായി സുവിശേഷം പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഒരു പ്രശ്നം, ആരൊക്കെയോ പറഞ്ഞവനെ വല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ സംഭവം എന്താണെന്ന് അവൻ അറിയണമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? യേശുക്രിസ്തു വന്നത് ആർക്കും പാസ്പോർട്ട് അടിച്ചു തരാനല്ല. യേശുക്രിസ്തു വന്നത് ഇങ്ങനെ ലൊട്ടിലൊടുക്ക ഭൂമിയിലെ കാര്യങ്ങൾ ചെയ്തു തരാനല്ല. യേശുക്രിസ്തു വന്നത് എന്നെയും നിങ്ങളെ നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാ. അതാ ഇവിടെ പറഞ്ഞത്, ഭൂമി മാറിപ്പോയി, സമുദ്രം മാറിപ്പോയി, ആകാശം മാറിപ്പോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. കണ്ടോ? പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. വായിക്കും, വേഗത്തിൽ വായിക്കും. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കണ്ടോ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക പുതിയ ഭൂമിയിലേക്ക് ഒരു കെട്ടിടം. കണ്ടോ? ഇവിടെ നമുക്ക് കാറ് തരാമെന്ന് കർത്താവ് പറഞ്ഞില്ല, ഇവിടെ കെട്ടിടം തരാമെന്ന് പറഞ്ഞില്ല. ചെല്ലി പറയുന്നത് വാഗ്ദത്തം ഉണ്ടെന്നാ. വാഗ്ദത്തം അല്ല, കൊതിയുണ്ടെന്ന് പറഞ്ഞോളൂ, അല്ലേ? ഇവിടെ വീട് തരാമെന്ന് ആർക്കും കർത്താവ് വാഗ്ദത്തം ഒന്നും അങ്ങനെ കർത്താവ് പറയില്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. പിന്നീട് മൂപ്പരെങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഇവിടെ സ്ഥലം തരാമെന്ന് പറയും? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വണ്ടി തരത്ത് 10 സെന്റ് സ്ഥലം മേടിക്കണം, നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കോ, ഉപ്പറിഞ്ഞ് പ്രാർത്ഥിക്കോ, അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട്. അതിന്റെ ഉടമസ്ഥൻ കാണാതെ എന്തെങ്കിലുമൊക്കെ എറിഞ്ഞ് നിങ്ങൾ ചെയ്യൂ. അതിനാണ് ക്ഷുദ്രമെന്ന് പറയുന്നത്. സ്തോത്രം. അത് നിങ്ങളുടെ കൊതിയാണ്. പുത്തരിക്കണ്ട മൈതാനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ഇപ്പൊ ഇസ്ലാം പറയുന്നത് കുറെ സ്ഥലമൊക്കെ അവൻ്റെ വക്കഫ് എന്നാ പറയുന്നത്, അല്ലേ? അള്ളാഹുവിനെ നേർന്ന്. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ വക്കഫോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചെടുക്കാൻ നോക്കൂ. അതിനാണ് പിടിച്ചു പറിക്കാറെന്ന് വചനം പറയുന്നത്. അതിനാണ് അത്യാഗ്രഹികളെന്ന് വചനം പറയുന്നത്. ഇതൊന്നും എടുക്കുകയല്ല നമ്മൾ. വല്ലവൻ്റെയും വസ്തു കൈ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. താങ്കളെ നരകത്തിൽ പോലും പിശാച് എടുക്കുകയല്ല. കാരണം നരകം കുറച്ചുകൂടി ഡീസൻ്റ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? നിന്റെ വിഷയത്തിന് പരിഹാരം വരാൻ കർത്താവ് വരികയാണ്. ഓരോന്ന് കൊണ്ടിറക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. ബൈബിൾ എന്താണെന്ന് കീഴും കിഴക്കും പറഞ്ഞുകൂടാതെ ഒരുപാട് വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വിഷയത്തിന് മറുപടി തരാൻ വേണ്ടി കർത്താവ് ഗ്രൗണ്ടിലൊന്നും വന്നിട്ടില്ല. കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത് നിത്യജീവനെ തരാൻ വേണ്ടിയാണ്. വിശന്ന് വലഞ്ഞു വന്നിരിക്കുന്ന ജനത്തിന് അപ്പം കൊടുത്തു എന്നത് ശരി തന്നെയാണ്. കുഷ്ഠരോഗിയായ യേശുവിന്റെ മുമ്പിൽ വന്നവരുടെ കുഷ്ഠം മാറ്റി എന്നത് ശരി തന്നെയാണ്. മുടന്തനായി വന്നവരുടെ മുടന്ത് മാറ്റി എന്നത് ശരി തന്നെയാണ്. യേശു നടന്നു പോയപ്പോൾ നയീലിലെ വിധവ കരഞ്ഞു വിലപിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവളുടെ മകൻ മരിച്ചു കിടക്കുന്ന മഞ്ചത്തിൽ മനസ്സലിഞ്ഞ് തൊട്ടിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു എന്നത് സത്യം തന്നെയാണ്. സ്വത്രം. കല്യാണ വീട്ടിൽ ചെന്നിട്ട് കാനായിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോയത് കൊണ്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ശരി തന്നെയാണ്. പക്ഷേ കർത്താവിന്റെ പണി ഇതൊന്നുമല്ല. കർത്താവിന്റെ പണി നമ്മളെ മുഴുവൻ അക്കരെ നാട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളതാ. അതാ കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. നിങ്ങൾ ലോകത്തെ ജയിച്ചു കൊള്ളുക, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാനൊരു കാര്യസ്ഥനെ അയച്ചു തരും. യു ഗെറ്റ് റെഡി ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ്. റെഡി ആയിക്കോ, ഞാൻ വന്ന് നിങ്ങളെ ചേർക്കാൻ പോവുക. 2024 നമ്മുടെ കർത്താവ് വന്നില്ല. 25 വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 25 ജനുവരി മാസം, ഈ മാസം സ്തോത്രം, ഒരു 16 ദിവസം കൂടി കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനാരോഹണം ചെയ്യാൻ പോവുകയാണ്.
എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യാതൊരു അറിവുമില്ല. കാനഡ എൻ്റെ കൂടെ ചേർന്നോളൂ, ഞാൻ പൈസ തന്നേക്കാം എന്ന് ട്രംപ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം വേറൊരു രാജ്യത്തെ അയാൾ പറഞ്ഞിരിക്കുകയാണ്, ചുറ്റുപാടുമുള്ള സകല രാജ്യങ്ങളെയും വാങ്ങിച്ച് കൈക്കലെടുക്കാനും ഈ എന്താ പറയുക മധ്യ ഏഷ്യയിൽ മുഴുവൻ യുദ്ധം നടത്താനും ഇസ്ലാമിനെ ഒതുക്കാനും ഒക്കെയുള്ള ഒരു കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ഈ പ്രാവശ്യം അയാൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് അയാൾ നിൽക്കുകയാണ്. ഇന്ത്യ ഒരല്പം തള്ളിപ്പിടിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നത്. ചുരുക്കി ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഇസ്ലാമിനെ ആകമാനം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഡൊണാൾഡ് ട്രംപ് അവിടെ എഴുന്നേൽക്കുമ്പോൾ, ഇസ്രായേലിനെ താങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി അവൻ എഴുന്നേൽക്കുമ്പോൾ, 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് സഖരിയ പ്രവാചകൻ എഴുതി വച്ചിരിക്കുകയാണ്, ഇസ്രായേലിനെ താങ്ങുന്നവൻ ഭാരമായി മുറിവേൽക്കും. ഇനി ഒരിക്കലും എഴുന്നേൽക്കാത്ത വിധം അമേരിക്കയ്ക്ക് കഠിനമായ പ്രഹരമേൽക്കാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാമത്തെ വരവെന്നതിന് സംശയം വേണ്ട. നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. ആ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മുടെ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഗൗരവമായി ഒരുങ്ങിയിരുന്നു കൊള്ളണമെന്നാണ് ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളെ സഹായിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഉലകത്തിൽ ഒരു ഇസത്തിനും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ദൈവകൃപയിൽ നിന്ന് പിന്നോക്കം പോകാതിരിക്കേണ്ടതിന് വളരെ ഗൗരവത്തോടു കൂടി തിരുവെഴുത്തുകളെ ആഴത്തിൽ വായിച്ചു മനസ്സിലാക്കി ന്യൂസ് കണ്ട് തലകളെ ഉയർത്തുക. ഞാൻ പിന്നെയും പറയാ, ന്യൂസ് കണ്ട് കാര്യം ഉറപ്പുവരുത്തി തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവ് വാതിൽക്കലായിരിക്കുന്നു. എൻ്റെ അപ്പച്ചൻ പ്രസംഗിയാരായിരുന്നു, മൂപ്പർക്ക് ഇത്രയും ഉറപ്പിച്ച് പ്രസംഗിക്കാനാവില്ല. കാരണം അന്ന് പത്രത്തെളിവുകളില്ല. ഇസ്രായേൽ ഇമാതിരി ഒരു നേഷനായി വന്നിട്ടില്ല. 1.5 കൊല്ലം കൊണ്ട് ഉഷാർ യുദ്ധം നടത്തി ചുറ്റുപാടും കിടന്നിരുന്ന ഹമാസിനെയും ഹൂതികളെയും സ്വത്രം ലെബനനിൽ ഉണ്ടായിരുന്ന സ്വത്രം ടീമുകളെയും മുഴുവൻ നശിപ്പിച്ച്, ഹിസ്ബുള്ളയെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ അവസാനത്തെ കല്ലുവരെ തോണ്ടി മറിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു എങ്കിൽ അത് കൊച്ചു സംഭവമല്ല. പക്ഷേ ആ ഇസ്രായേൽ നിലം തൊടാതെ ഓടേണ്ടി വരും. സ്തോത്രം. നിലം തൊടാതെ അവരോടേണ്ടി വരും. ഇതെല്ലാം കൃത്യം പ്രവചനങ്ങളാണ്. ഞാൻ അവിടേക്ക് എങ്ങും കടക്കാൻ പോകുന്നില്ല. എനിക്ക് ഗൗരവത്തോടെ നിങ്ങളോട് പറയാനുള്ളത്, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന 3-ാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും ലോകത്തിലായിരിക്കുമ്പോൾ ഇനി നടക്കേണ്ടത് ഒരൊറ്റ വിസിലാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ചോളാൻ. ആ ഒറ്റ വിസിലിൽ മറ്റൊരു സൈഡ് കൂടിയുണ്ട്. ആ ഒറ്റ വിസിൽ അല്ലെങ്കിൽ ആ ഒറ്റ കാഹളം, ആ കാഹളത്തോടു കൂടി കർത്താവിന്റെ കാന്ത ഇവിടെ നിന്ന് ഉയരണം. ഭൂമിയിൽ യുദ്ധം ആരംഭിക്കണം. ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ നിൽക്കേണ്ടത് റഷ്യയാണ്, മറുഭാഗത്ത് ഫ്രണ്ടിൽ നിൽക്കേണ്ടത് ഇസ്രായേലാണ്. 2 ടീമുകളും ബലാബലം സ്ട്രോങ് ആയി കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് യുദ്ധം നടത്തി നല്ല മിടുക്ക് തെളിയിച്ചു നിൽക്കുകയാണ്, അല്ലേ? റഷ്യ അങ്ങ് വടക്കേ അറ്റത്ത് ഉക്രൈനുമായി യുദ്ധം നടത്തി അവരുടെ കായിക ബലം നല്ല ട്രെയിൻ ചെയ്ത് ബലപ്പെട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ നടുവിൽ നിന്നുകൊണ്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അമേരിക്ക കൈവിട്ട് കളിക്കാൻ വേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം വരുന്ന ജോ ബൈഡൻ ഒരു പിണ്ണാക്കിനും കൊള്ളത്തില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് കൈവിട്ട് കളിക്കാൻ പാകത്തിന് ഡൊണാൾഡ് ട്രംപ് 2-ാം റൗണ്ട് എത്തുകയാണ്. എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല. അന്താരാഷ്ട്ര പൊളിറ്റിക്കൽ തിങ്കേഴ്സ് എല്ലാവരും ഗൗരവമായി കാര്യത്തെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, തിരുവെഴുത്തിൽ അടിവരയിട്ട് സംസാരിച്ചിട്ടുണ്ട്, മുഴുവൻ രാജ്യങ്ങളും നശിക്കുന്ന ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. മാന്യ ദൈവമക്കളെ, എനിക്ക് ഓർപ്പിക്കാനുള്ളത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നത് ഞാനും നിങ്ങൾ വാക്കാന്ത. 2, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന പുതിയ ഭൂമിയിൽ പുത്തൻ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഇറങ്ങി വരുമെന്ന് അവിടെ പറയുന്നത് ഇങ്ങനെ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. 2 വാക്യം കൂടെ കേട്ടോ, വായിക്കേ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അത്ര മനോഹരം നോക്കിയേ. ഇതാ മനുഷ്യന്റെ കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവം നമ്മുടെ കൂടെ വസിക്കാൻ പോവുക. ഏതെങ്കിലും ഇതാ സംഭവമായിരുന്നത്, പിശാച് അതിനെ തുലച്ചു കളഞ്ഞു. അതിനെ തിരിച്ചു പിടിക്കുന്നതാണ് രംഗം. തിരിച്ചു പിടിച്ചിട്ട് എക്കാലത്തും ദൈവത്തോടൊപ്പം നിന്ന ജനതയെ ഒരുമിച്ച് പുത്തൻ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് മഹാദൈവം നമ്മുടെ കൂടെ താമസിക്കാൻ പോവുക. ആ കർത്താവിന്റെ കൂടെ നിത്യത പിടിച്ചു പറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഈ ഭൂമിയിൽ 50-80 കൊല്ലം ജീവിക്കും. എത്രയെന്നൊരു പിടിയില്ല. എത്ര കൊല്ലം കിടന്നിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യവുമില്ല, അല്ലേ? എനിക്ക് 47-48 വയസ്സായി. ഞാനിങ്ങനെ കണക്കൂട്ടിയിരിക്കുന്നത്, ഇനി എങ്ങനെ നോക്കിയാലും എനിക്ക് ഇത്രയും പോകണ്ട ഇവിടെ. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? ഇത്രയും കാലം ഇനിയിപ്പോൾ ഇവിടെ ഓടണ്ട. ഇതിനകത്തുള്ള ഓട്ടേ ഉള്ളൂ, അല്ലേ? വലിയ റിസ്ക് പിടിച്ച ഓട്ടം ഒന്നും ഇനിയിപ്പോൾ ഓടാല്ലേ. എനിക്ക് വാസ്തവത്തിലൂടെ ഒന്നും കാണാനൊന്നുമില്ല, അല്ലേ? ഇനി മക്കളെ കാണണം, മക്കളുടെ മക്കളെ, എനിക്ക് ആരെയും കാണുന്നില്ല. ഇവിടെ വെച്ച് മരിച്ചു പോകുന്ന പറഞ്ഞാലും എനിക്ക് ഒരു ഭയവുമില്ല. വീട്ടിലൊരു വിളിച്ചോട്ടെ, എനിക്ക് ആരെയും വിളിക്കാനില്ല. സ്വതന്ത്രം. എൻ്റെ മോള് വിദേശത്താണ് പഠിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് അവൾ വന്നിട്ട് പോയി. അപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ അപ്പുറത്താണ് അവൾക്ക് പോകാൻ, അല്ല, യൂറോപ്യൻ രാജ്യത്താണ് പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, യുദ്ധം നടക്കുകയാണ്, നമ്മൾ ഇനി തമ്മിൽ കാണുമോ എന്നൊന്നും അറിയില്ല, ബാക്കിയെല്ലാം നീ നോക്കിക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ യാത്ര വിട്ടത്. ഇനി കണ്ടേ തീരുള്ളത്, എനിക്ക് നിർബന്ധവും ഇല്ല, അവക്കും ഇല്ലെന്നാണ് എൻ്റെ വിചാരം.
ഞാൻ പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കാണാം, ഇവിടെ കാണുന്നില്ല, പിന്നെ അവിടെ ചെന്നിട്ട് കാണാൻ പോകുന്നത്. അവിടെ ചെന്നിട്ടൊന്നും കാണാമെന്ന് വെച്ചിട്ട് ആരും കൊതിച്ചുകൊണ്ടിരിക്കേണ്ട, അല്ലേ? അവിടെ ചെന്നിട്ടൊന്നും കാണത്തൊന്നുമില്ല. മനസ്സിലായോ? അതിനി പറഞ്ഞാൽ വേറെ ഒരുപാട് പറയേണ്ടി വരും, ഇപ്പം അതൊന്നും പറയുന്നില്ല, അല്ലേ? അവിടെ ചെന്ന് മനുഷ്യനെ കാണാനല്ല നമ്മൾ പോകുന്നത്. സ്വതന്ത്രം. ഈ ശരീരം കൊണ്ട് അവിടെ പോകാനും പറ്റത്തില്ല. ഈ ശരീരമായിട്ട് പോയാലല്ലേ കണ്ടാൽ മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് മുടിയൊക്കെ ചിലപ്പോൾ വെള്ളം തന്നെ ആയിരിക്കും, മുഖവും വെള്ളമായിരിക്കും, അതല്ലേ പ്രശ്നം. ഇങ്ങനെ കരിവാളിച്ച മുഖം എനിക്ക് തന്ന് സ്വർഗത്തിലിരുത്തിയാൽ ഞാൻ ആകെ പ്രയാസപ്പെടും, അല്ലേ? ഇച്ചിരിയും കൂടി എനിക്ക് കളറുണ്ടെങ്കിൽ എന്നെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവത്തുമില്ല, അല്ലേ? ഞാൻ വന്നിറങ്ങിയപ്പോഴും ചിലർക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. കാരണം മുടിയും വെളുത്തു, ഉടുപ്പിൽ വര കിടക്കുന്നു, ആകെ പ്രശ്നമാണ്, അല്ലേ? സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? അതിൻ്റെ ആൾക്കാർ ഇങ്ങനെ അടിപൊളി, ഇവൻ തന്നെയാണോ അവൻ? ആൾക്കാരിങ്ങനെ പലവട്ടം നോക്കി, പിന്നെ കയറി ഒച്ചയൊക്കെ കേട്ടതിന് ശേഷം ആ തന്നെയാണിവൻ എന്ന് മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വേറെ സെറ്റപ്പാണ് മൊത്തത്തിൽ. വെള്ളം നിലയങ്കി, കയ്യിൽ കുരുത്തോ, ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെ ചെന്നിട്ട് കണ്ടിട്ട് മനസ്സിലാകുമോ എന്നൊന്നും എനിക്കറിയില്ല. ആരെയും കണ്ട് മനസ്സിലാക്കിയതായിട്ട് ബൈബിൾ പറയുന്നില്ല. മാത്രവുമല്ല, കർത്താവിൻ്റെ ശിഷ്യനാകാനുള്ള മിനിമം യോഗ്യത അപ്പൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, സ്വന്തം ജീവനെയും പകച്ചാലേ ആവൂ. അവിടെ ചെന്നിട്ട് കാണാനും കൂടെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ശിഷ്യനാവും? സഹോദരി ശക്തത്തോടെ സ്വോത്രം പറയാം. അവിടെയെങ്കിലും ചെന്നിട്ട് ആരെങ്കിലും കാണണ്ടല്ലോ. ആരെ കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. സ്വോത്രം. അങ്ങനെ ബാക്കിയെല്ലാം നോക്കി. അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചോണം. അപ്പൻ അമ്മയൊക്കെ നോക്കുന്ന ഇവിടെ വെച്ച് നോക്കിക്കോണം. മരിച്ചതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ബിരിയാണി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആൾ ഇവിടെ സുഖമില്ലാതിരിക്കുമ്പോൾ വല്ല തിന്നാൻ കൊടുക്കണം, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മരണത്തിന് പോയി, അല്ലേ? മരണം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്തൊരു സഹോദരൻ പറയുക, അത് നിങ്ങൾ ഇച്ചിരി വെള്ളം കൊടുത്തിരുന്നെങ്കിൽ ആ അമ്മച്ച് 5-6 ദിവസം കൂടെ കിടന്നേനെ. ഞങ്ങൾക്ക് വെള്ളം തരാനുള്ള അവരുടെ വെപ്രാളം. ഞങ്ങൾ ചുമ്മാ ചവടക്കിന് കാണാൻ പോയല്ലേ, ഞങ്ങൾക്ക് എന്തിന് വെള്ളം? ആ സാധനത്തിന് ഇത്തിരി വെള്ളം കൊടുത്തിട്ട് 5-6 ദിവസം കൂടെ കിടന്നേനെ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മാതാപിതാക്കളെ ഇവിടെ വെച്ച് നോക്കിക്കോണം. അവിടെ ചെന്നിട്ട് കാണാനൊന്നും ആരും ചട്ടം കെട്ടണ്ട, ഇവിടെ വെച്ച് നോക്കണം. ഭാര്യയെ സ്നേഹിക്കുന്ന ഇവിടെ വെച്ച് സ്നേഹിച്ചോണം, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഇവിടെ വെച്ച് സ്നേഹിച്ചോണം, മക്കളെ സ്നേഹിക്കുന്ന ഇവിടെ വെച്ച് സ്നേഹിച്ചോണം, മാനുഷിക ബന്ധങ്ങളിലെല്ലാം ഇവിടെ വെച്ച് സ്നേഹിച്ചോണം. വചനം നമ്മളെ പെട്ടി കൊണ്ട് വെച്ചിട്ട് കുഴിക്കാത്തിറക്കി വെച്ചിട്ട് ലാസ്റ്റിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അപ്പൻ, അമ്മ, ഭാര്യ, സഹോദരങ്ങൾ, ഈ ബന്ധങ്ങളൊന്നും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് ഭാര്യ മക്കളെ എനിക്ക് കാണാൻ എങ്ങനെ നടക്കാൻ പറ്റും? ഈ ബന്ധങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നതാണ്. എനിക്ക് 25 കൊല്ലമായി എൻ്റെ ഭാര്യയെ കിട്ടിയിട്ട്, അല്ലേ? 25 കൊല്ലം കൂടി ചിലപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും. ഈ 50 കൊല്ലത്തെ ബന്ധം മാത്രമേ ഞങ്ങൾക്ക് തമ്മിലുള്ളൂ. ഭൂമിയിലുള്ള ഏറ്റവും വലിയ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം തന്നെയാണ്. എൻ്റെ മക്കൾ എനിക്ക് കിട്ടിയിട്ട്, ഒരാളെ കിട്ടിയിട്ട് 20 കൊല്ലമായി, ഒരാളെ കിട്ടിയിട്ട് 13 കൊല്ലമായി. ഇവരെല്ലാം എന്നെ വിട്ടു പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വളരെ പെട്ടെന്ന് അവരെ വിട്ടു പോകും. ഈ ബന്ധങ്ങളൊന്നും അവിടെ വരില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ബന്ധങ്ങളല്ല അവിടെ വരുന്നത്. ഈ ബന്ധങ്ങൾ അടങ്ങിയ ശരീരം അടക്കം നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് ഞാനും നിങ്ങളും അക്കരയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ബന്ധുക്കളെ കാണാനൊന്നും വെച്ചിട്ട് ആരും നിൽക്കരുത്. ബന്ധങ്ങളുള്ളവർ ഇവിടെ വെച്ച് ആ ബന്ധങ്ങളെ ശരിക്ക് പോഷിപ്പിക്കണം. ആരോടും പിണങ്ങിയിരിക്കരുത്, എല്ലാവരോടും സ്നേഹത്തോടെ ജീവിക്കണം. നാളെ രാവിലെയാണോ വീടിൻ്റെ മുമ്പിൽ ടാർപ്പ കെട്ടേണ്ടതെന്ന് നമുക്കറിയില്ല. ഇന്ന് ചിലപ്പോൾ പെട്ടിക്കടക്കാരനെല്ലാം തട്ടിപ്പറക്കി കീറി വെച്ചത് നമ്മുടേതായിരിക്കും. നാളെ വന്നവൻ പടപടയെല്ലാം തട്ടിക്കൂട്ടി ഫ്രില്ലും വെക്കും. വൈകുന്നേരത്ത് നമ്മുടെ വീട്ടുകാരി എന്ന് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും, ഇല്ലേ? നാളെ നിങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ വരുന്ന വേറൊരു ദൈവദാസനാണ്, ഈ ഒരു സാധനം പറയില്ല. സ്തോത്രം. യേശുവിൻ്റെ 2ാം വരവ് മാത്രമേ പറയൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാന്യ ദൈവമക്കളെ, ഞാൻ പറഞ്ഞതാണ് ഫാക്ട്. നമ്മുടെ പ്ലൈവുഡ് വന്നോ നമുക്കറിയില്ല, പേടിക്കൊന്നും വേണ്ട. വചനം ഇങ്ങനെ പറയുന്നത്, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എത്ര മനോഹരം നോക്കൂ. അതെ, അവരുടെ പ്രവർത്തികളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരുടെ പിറകെ പോകുമെന്ന്, പ്രവൃത്തി പിറകെ പോകുമെന്ന്. അപ്പുറത്തെ വീട്ടിലെ പൂച്ച കയറി വന്നപ്പോൾ എറിഞ്ഞെങ്കിൽ അതവിടെ കാണിക്കും, അല്ലേ? അപ്പുറത്തെ വീട്ടിലെ പൂച്ച പോലും നിങ്ങൾ വീട്ടിലുണ്ടോ നോക്കിയാ പോകുന്ന. ഭക്തൻ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഭക്തനായ താങ്കൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പൂച്ച പോലും പേടിച്ചാണ് പോകുന്നതെങ്കിൽ നാട്ടുകാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? സ്വോത്രം. ഇപ്പം എല്ലാം പിടികിട്ടി കാണും നിങ്ങൾക്ക്. ഏറെക്കുറെ ഒരു പിക്ചർ കിട്ടിയില്ലേ? ഇത്രയും മതി തൽക്കാലത്തേക്ക്. സഹജീവികളോട് പോലും ഒരു സഹതാപമില്ലാത്ത നമ്മൾ സ്വർഗത്തിൽ പോകാൻ നിൽക്കുകയാണ്, അല്ലേ? ബാക്കിയെല്ലാം നിങ്ങൾ ഇരുന്ന് ആലോചിച്ചുകൊണ്ടാൽ മതി. മാന്യ ദൈവമക്കളെ, ഞാൻ അവിടെ അങ്ങ് നിർത്തുകയാണ്. ഗൗരവത്തോടെ ആ വചനം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം.
സ്വർഗത്തിൽ നിന്നൊരു ഒരു ഇത് ഇറങ്ങി വരികയാണ്. അവിടെ പറയാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. വായിക്ക്. അവൻ അവരോട് കൂടെ വസിക്കും. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരോട് കൂടെ. ദൈവം താൻ അവരോട്, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, ദൈവം താൻ അവരോട് കൂടെ ഇരുന്ന്. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. കണ്ട, ഇതിനാണ് നമ്മളെ കർത്താവ് വീണ്ടെടുത്തത്. എന്തിനാ? ദൈവം താൻ നമ്മുടെ ദൈവമായി കൂടെ ഇരിക്കുമെന്ന്. അതിനുള്ള താല്പര്യമുണ്ടോ? ഈ ഭൂമിയിൽ നമ്മളാണ് രാജാക്കന്മാർ. നമ്മളിവിടെ രാജാക്കന്മാരായിരിക്കുന്ന സമയം ദൈവത്തെ നമ്മുടെ ദൈവമായി കൊണ്ട് നടന്നാൽ, ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ കർത്താവായിട്ടിരിക്കും. നമുക്ക് കുറച്ച് ദിവസത്തേക്കായി ഇവിടെ നമുക്ക് വാസം. ആ വാസത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അംബാനിക്ക് കൊണ്ട് നമുക്കും ഉണ്ട് ഈ ശരീരം. ചിലർക്ക് 40 കിലോ, ചിലർക്ക് 80 കിലോ, ചിലർക്ക് 105 കിലോ. നിങ്ങളുടെ കൃപ പോലെ നിങ്ങൾക്ക് പെരുകാം. എന്നൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, പാസ്റ്ററെ മുണ്ട് വല്ലതും കിടപ്പുണ്ടോ? ഞാൻ പറയടാ, ഒരു മുണ്ടുമില്ല. എൻ്റെ ഞാൻ മുണ്ട് വാങ്ങിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അവൻ എൻ്റെ മുണ്ട് കൊടുത്താൽ എവിടെ എത്താനാ? എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ 2 മീറ്റർ മുണ്ടാണ് വാങ്ങിക്കുന്നത്, നീ ഒരു 2.5 മീറ്റർ വാങ്ങിക്കണം. അത് തന്നെ സഹോദരൻ, ഞാൻ പഠിപ്പിച്ചൊരു സഹോദരൻ ഇവിടെ ഉണ്ട്. പുള്ളി പറയുകയാണ്, ആ സഹോദരൻ്റെ പേര് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. ദൈവമക്കളെ, നിങ്ങളിവിടെ നോക്കിയേ, ഈ ദൈവം നമ്മുടെ ദൈവമാവും. ഇനിയത്തെ വാക്കിയൊക്കെ പെട്ടെന്ന് വായിക്കേ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേ കണ്ണുനീരൊക്കെ തുടയ്ക്കുള്ളൂ. ഇവിടെ ആരും തുടയ്ക്കാന്ന് പറഞ്ഞാൽ ചെന്ന് കയറി കൊടുക്കല്ലേ. അവൻ കണ്ണുനീരും തുടയ്ക്കും, പോക്കറ്റ് ഇരിക്കുന്ന അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പോക്കറ്റ് ഇരിക്കുന്ന കൊണ്ടുപോയാൽ പോട്ടെന്ന് വെക്കാം, നമ്മുടെ ജീവിതം കൂടെ തകർത്തിട്ട് പോവും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? പിടി കിട്ടിയല്ലോ അല്ലേ? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ദൈവം നമ്മുടെ കൂടെ താമസിക്കാൻ പോവാണ്. സ്തോത്രം. അടുത്ത് പറയുക, ആ ദൈവം നമ്മുടെ ദൈവമായിരിക്കും. പിന്നെ പറയുക, വൈകി, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എന്തോ മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ ചെല്ലുന്നത് വരെ കണ്ണിൽ കണ്ണുനീരുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നെത്തുന്നത് വരെ നമ്മുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണിലെ കണ്ണുനീര് തുടച്ചു കളയും. എന്തിനാ ഇത്രയും കണ്ണുനീരിന്റെ ആവശ്യം? 2 വാക്യം കൊണ്ട് വായിച്ചു. ഇനി മരണം ഉണ്ടാകുകയില്ല. അപ്പൊ ഇവിടെ മരണം ഉണ്ട് കേട്ടോ. ഈ മരണത്തെ ജയിച്ചു വേണം നമ്മൾ അവിടെ ചെല്ലാൻ. വെളിപ്പാട് 2-ാം അധ്യായത്തിൽ സ്മുർണ സഭയ്ക്ക് ദൂതെഴുതുമ്പം പറയുകയാണ്, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരത്തില്ല. അപ്പൊ 1-ാം മരണം നമ്മളിൽ വന്നു പെട്ടു, ആത്മീക മരണം, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2-ാം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിപാടിയാ. അതെന്താ പരിപാടി? യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്ന പരിപാടി. എന്നൊന്ന് ശ്രദ്ധിക്കാവൂ. സ്വതന്ത്രം. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യാസം. എന്താ വ്യത്യാസം എന്നറിയാവോ? 2-ാം മരണം മാറിപ്പോകും. 2-ാം മരണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുന്ന അവസ്ഥയാണ്. നരകത്തിൽ പോകേണ്ടുന്നതിന് പകരം നരകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് കർത്താവിനോടൊത്ത് സ്ഥിരവാസത്തിന് കൊണ്ടുപോകും. മനസ്സിലാകുന്നുണ്ടോ? അതാ അവിടെ പറയുന്നത്, ഇനി മരണമുണ്ടാകത്തില്ല. കാരണം മരണത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ചുയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ മരണം മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്നത്തെ ലോകത്തിലൊരു സെറ്റപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ രക്ഷകനായി ജനത്തിന് എത്തിക്കാതിരിക്കുക. അതിന് റോമൻ കാത്തലിക് ചെയ്യുന്നത്, അതുപോലുള്ള എല്ലാ സംഘടനയും ചെയ്യുന്നത്, ജനത്തെ മറിയത്തിന്റെ മുമ്പിലോ ആരുടെയെങ്കിലും മുമ്പിൽ കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞ് ഇച്ചിരിയും കൂടി അങ്ങോട്ട് മാറിയാൽ ഇസ്ലാം ചെയ്യുന്നത്, യേശുവിനെ വെറും മനുഷ്യനായിട്ട് അവതരിപ്പിക്കും. ഇനി പെന്തക്കോസിലേക്ക് വന്നാൽ അവിടെ ചെയ്യുന്നത്, യേശുക്രിസ്തു ഏതാണ്ട് മുറി വൈദ്യനാണെന്ന് പരിചയപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ മുട്ടുവേദന മാറ്റുന്ന, തലവേദന മാറ്റുന്ന, പനി മാറ്റുന്ന ഒരു രോഗസംഹാരണിയായിട്ടാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്, അല്ലേ? അതുപോലെ ഭൗതിക നന്മകൾ തരുവാനും രോഗം മാറ്റാനും ഒക്കെയുള്ള ഒരു വൈദ്യനായിട്ട് യേശുവിനെ അവതരിപ്പിച്ചുകൊണ്ട്
ഈ മെയിൻ സാധനം നമ്മളിൽ എത്താതിരിക്കാൻ പിശാച് വളരെ ബുദ്ധിപൂർവം കളിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകണ്ടോ? മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ യേശു ഭൂമിയിലേക്ക് വന്നത് കണ്ണുനീരില്ലാത്ത നാട്ടിൽ നമ്മളെ കൊണ്ടുപോവാനാ. ഇവിടെ കണ്ണുനീര് ഒരിക്കലും മാറില്ല. നിങ്ങൾക്ക് 2 നില വീട് തന്നാലും കണ്ണുനീര് മാറില്ല. നിങ്ങൾക്ക് കുടുംബം തന്നാലും കണ്ണുനീര് മാറില്ല. കുഞ്ഞുങ്ങളെ തന്നാലും കണ്ണുനീര് മാറില്ല. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കണ്ണുനീര് മാറി ജീവിക്കണമായിരുന്നെങ്കിൽ ജീവിക്കേണ്ടുന്ന ഒരാളാ ശലോമോൻ. മൂപ്പർക്ക് ഇഷ്ടം പോലെ ബുദ്ധി ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ സ്വത്തും ഉണ്ടായിരുന്നു. മൂപ്പർ ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ കണ്ണിന് കണ്ടതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചില്ല. പക്ഷേ ആ മനുഷ്യനും പറയുക, മായ മായ സകലതും മായ അല്ലേ. അയാൾ പറയാ, ഞാൻ വമ്പം പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി, അതിനെ നനയ്ക്കാൻ വേണ്ടി വേറെ സെറ്റപ്പ് ഉണ്ടാക്കി അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാ മൂപ്പര് ചെയ്തത്. കല്യാണം കഴിച്ചത് 700 എണ്ണം അല്ലേ, 700 കുലീന പന്നികളും അല്ലേ. പത്നി എന്നാണ് പറയുന്നത്, പിന്നെ 700 ആകുമ്പോൾ നമുക്ക് പന്നി എന്ന് പറയാനേ നിവർത്തിയുള്ളൂ അല്ലേ. പിന്നെ 300 വെപ്പാട്ടികളും, അങ്ങനെ 1000 എണ്ണം ബുക്കും പ്രകാരം പുള്ളിയുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ പുള്ളി ലാസ്റ്റിൽ പറയുക, മായ സകലതും മായ. നമ്മളിവിടെ കിടന്ന് ഓടുന്നത് എന്തിനാ? ഒരു വീട് വെക്കാനാ. അതിൻ്റെ ലോണാണെങ്കിൽ 90 വയസ്സ് വരെ അടച്ചാലേ തീരെ ഉള്ളൂ. അതിനകത്താണെങ്കിൽ ഒരു പരുവം കഴിഞ്ഞാൽ പിള്ളേരെ തുപ്പാനും സമ്മതിക്കുകയല്ല, ചുമയ്ക്കാനും സമ്മതിക്കുകയല്ല. ഇല്ലേ? കഷ്ടപ്പെട്ട് ലോണെടുത്ത് വെച്ച വീടാ. പിള്ളേർക്കൊക്കെ കൊണ്ട് എഴുതി കൊടുത്തു. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു പിള്ളേർ ജനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇവിടെ ഇരുന്നാണ് ചുമയ്ക്കുന്നത്. പണിപാളി. എണീറ്റ് നടന്നു പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയാൽ പിള്ളേർ ഇട്ടേക്കില്ല. ശരിയല്ലേ? ശരിയല്ലേ? ആ, എത്ര പേരെ കരഞ്ഞോണ്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നതെന്ന് അറിയാവോ? എത്ര എണ്ണവാ? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ അവിടെ രാവിലെ എഴുച്ചിങ്ങനെ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നനഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനതിലെ പോയപ്പോൾ ഇങ്ങനെ വെള്ളം കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, പറ്റിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, അനുബന്ധം ചെയ്യാൻ പറ്റും. പിന്നെ എന്താ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട അല്ലേ. പിന്നീട് ഞാൻ അതിൻ്റെ ബാക്കി സെറ്റപ്പൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്ന് തന്നെ റെഡിയാക്കി ഇവിടെ വെച്ചിരുന്നാൽ മതി, ഞാൻ രാവിലെ എടുത്ത് കളഞ്ഞോളാം. ഇതും കൊണ്ട് ഓടണ്ട എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് ഓടാൻ പറ്റത്തില്ല. ഒരു വയസ്സായി എവിടെ ഓടാൻ? മൂപ്പര് പട്ടാളക്കാരനാ, 2 യുദ്ധത്തിനൊക്കെ പോയിട്ടുള്ള ആള് ഭയങ്കര പുലിയാ. പക്ഷെ ഇപ്പൊ പുള്ളിക്ക് നിവർത്തിയില്ല. ഇത് കയ്യിൽ നിൽക്കുന്നില്ല. താഴെ പോയാൽ എന്തോ ചെയ്യാൻ പറ്റും? നിവർത്തി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒഴിക്കുമോ? ഇല്ല. പിന്നെ കയ്യിൽ നിന്ന് പോകുന്ന അതങ്ങ് പോട്ടെന്നേ. അതുകൊണ്ട് ഇപ്പൊ കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞ് എനിക്ക് മൂപ്പരെ ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അവരുടെ കട്ടില്ല ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അവരുടെ കട്ടില്ല ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കട്ടിലൊന്നും അവർ കയറി ഒഴിക്കുന്നില്ലല്ലോ. അവരുടെ വീട്ടിലല്ലേ, അവരൊഴിക്കട്ടെന്നേ. നിങ്ങൾക്ക് അത്ര പിടിച്ചില്ല എന്ന് എനിക്കറിയാം. സ്വോത്രം. 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നേ. ശലോമോൻ പറയാം, മായ സകലതും മായ. ഈ ഭൂമിയിൽ സ്ഥായിയായതൊന്നുമില്ല ദൈവമക്കളെ. ഈ ഭൂമിയിലെല്ലാം മായയാണ്. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. കർത്താവ് പറയുക, നമ്മളെ കൊണ്ടുപോകാൻ ചെല്ലുന്ന സ്ഥലത്ത്, കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഇനി മരണമില്ല. വായിക്ക്. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഇനി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞാൽ ചെന്ന് എത്തുന്നത് വരെ ഇതുണ്ടെന്ന അർത്ഥം പറഞ്ഞ വേണ്ടി. അതുകൊണ്ട് ഇന്ന് കൺവെൻഷന് വന്നാൽ നിങ്ങൾ ഇന്ന് വന്നതുകൊണ്ട് എല്ലാ പ്രശ്നവും മാറി. ഉറങ്ങി കഴിക്കുമ്പോൾ സൂപ്പറാവും. ഉറങ്ങി കഴിക്കുമ്പോൾ ഡയബറ്റിക് മാറി. ഗുളിക കളഞ്ഞോണം എന്നൊന്നും വിചാരിക്കരുത്. പോകുമ്പോൾ ഗുളിയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. ലഡുവും ജിലേബിയും പായസവും ഒക്കെ കഴിച്ചതിൻ്റെ എല്ലാത്തിൻ്റെ ശരീരത്തിൽ കാണും. അത് ഗുളിക കഴിച്ച് ഊപ്പാട് വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇവിടെ തുള്ളി ചാടിയെന്ന് പറഞ്ഞത് പഞ്ചസാരയൊന്നും പോകത്തൊന്നുമില്ല. അത് തിന്നതുപോലെ ഇറങ്ങി തന്നെ പോകണം. അല്ലെങ്കിൽ സൂക്ഷിച്ച് കഴിക്കണം. സ്വോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ആൾക്കാരത് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ കൊല്ലത്തൊന്നുമില്ല, പൈസ മര്യാദയ്ക്ക് കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ, അവൻ ചത്തുവാൻ, ബാങ്കുകാർ എഴുതി തള്ളാൻ. അതിനെ എഴുതി തള്ളുന്നത് മര്യാദയ്ക്ക് പൈസ അടയ്ക്കണം. സ്വോത്രം. കർത്താവ് പോലും പറയടാ, മീൻ പിടിച്ചോണ്ട് വാടാ, എനിക്കും കൂടി അടക്കേണ്ട ടാക്സ് അതിൻ്റെ ഇരിക്കുക. നമ്മളാണെങ്കിൽ ടാക്സ് കെട്ടിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പതിയെ പോകത്തുള്ളൂ എന്ന് തോന്നണു. മുഖമൊക്കെ അങ്ങ് വല്ലാതിരിക്കുക. ഇയാളെയൊക്കെ വിളിക്കണ്ടായിരുന്നു, വേറെ ഒരുത്തിനെയും കിട്ടിയില്ലേ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം. ടപ്പ് ടപ്പ് വിടുതൽ നടക്കണം അല്ലേ. കഴിഞ്ഞ ദിവസം എന്താണ് ഒരാൾ കണ്ടില്ലേ, 1 രൂപ കൊണ്ട് കൊടുത്തിട്ട് പറയുക, സഹോദരൻ എത്ര രൂപയാണ് ചർച്ച വയ്ക്കാൻ ആവശ്യം? 8 കോടി. 1 രൂപ ഇങ്ങേര് കൊടുത്തിട്ട് പറയുക, നിങ്ങൾ എല്ലാവരും കൂടെ കൊടുക്കാൻ. ഇങ്ങേര് കൊടുത്ത 1 രൂപ.
എന്നിട്ട് പോകുമ്പം കുറഞ്ഞത് 10,000 രൂപ വാങ്ങിച്ചോണ്ട് പോകും ഈ 1 രൂപ കൊടുത്തിട്ട്. സോദര പാവം കുറേ മൊണ്ണകളെ പറ്റിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും പിടികിട്ടുന്നു എന്നാൽ ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ മടങ്ങി ഇല്ലെങ്കിൽ കസേരയിലെങ്കിലും 4 വർത്താനം കേൾക്കട്ടെ. അവരവിടെ ചെന്നിട്ട് പറയും ഇതെല്ലാം ഈ ടീമുകൾ അറിഞ്ഞതാണ്. സ്തോത്രം. കസേര അവിടെ ഒന്ന് സാക്ഷി പറയും. സ്തോത്രം. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരട്ടെ, 2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോവാം. ഭാര്യ ദൈവമക്കളെ, ഇനി ദുഃഖവും മുറവിളിയും കഷ്ടത ഇനി ഉണ്ടാവത്തില്ലെന്നാ. അപ്പൊ ഇപ്പൊ ഇതെല്ലാം ഉണ്ട് കേട്ടോ. വായിക്ക്. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. അപ്പൊ ഒന്നാമത്തേതാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. ഇതിപ്പോ അനുഭവിച്ചേ പറ്റൂ. നമ്മൾ അവിടെ ചെല്ലുന്നത് വരെ, ശരീരം വിടുന്നത് വരെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കണം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴും കർത്താവ് പറയാ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു. എത്ര മനോഹരമായിരിക്കും അത് നോക്കിയേ. കർത്താവിൻ്റെ സമാധാനം നമുക്ക് തന്നേച്ചു പോവുകയാണ്. ആ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. സ്തോത്രം. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദയെ കെട്ടിപ്പിടിച്ച് സ്നേഹിത എന്ന് വിളിക്കാൻ കാണിക്കുന്ന ഒരു ദൈവകൃപ. യേശുവിനെ സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് ഈ സാധനമാണ് കർത്താവ് പകരുന്നേ. ഇത് പകർന്നിട്ട് കർത്താവ് നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമ്മളെ വേണ്ടപ്പെട്ടവനെ കൊണ്ട് നമ്മളെ ഒറ്റിക്കൊടുത്ത് നോക്കും എങ്ങനെ ഉണ്ടെന്ന്. അവ ഒറ്റിക്കൊടുത്താൽ നമ്മൾ അവൻ്റെ ഊപ്പാട് വരുത്തും. ഇല്ലേ? നമ്മൾ 10 മിനിറ്റത്തേക്ക് പത്രോസാവും. വാളൊക്കെ ഊരി ഇങ്ങനെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാരുടെ ടീമും വലിയ മോശമല്ല കേട്ടോ. ഞങ്ങളുടെ ടീമും തീരെ മോശമൊന്നുമല്ല. എന്തെല്ലാം കൃത്യങ്ങൾ ചെയ്യുന്നതാ. സ്തോത്രം. ഞാൻ സത്യം പറഞ്ഞു, ചുമ്മാ പറയുന്നില്ല കേട്ടോ. ഇതെല്ലാം പരിപാടികൾ ചെയ്ത് കളയുന്നേ അല്ലേ? ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ, പാസ്റ്റർമാരവൻ രക്ഷിക്കപ്പെടണമെന്നില്ല. സത്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. പാസ്റ്റർമാരവൻ രക്ഷിക്കപ്പെടുവൊന്നും വേണ്ട. വെള്ള ഉടുപ്പൊക്കെ മേടിച്ചിടണം, അല്ല ക്ലീനായിട്ട് ഷേവ് ചെയ്ത് നടക്കണം. എല്ലാത്തേക്കാളും ഷേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാത്തേക്കാളും ഉപരിയായിട്ട് മൈക്കിൻ്റെ അടുത്ത് കിട്ടിയാൽ ആൾക്കാരെ അടിച്ച് തള്ളിയിടാൻ അറിഞ്ഞിരിക്കണം. എന്ത് പറഞ്ഞും ആൾക്കാരെ കുപ്പിയിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ പുലിയായി. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? അതാണ് നിന്റെ കളി. ബൈബിൾ വാക്യമൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കത്തൊന്നുമില്ല. ബൈബിൾ വാക്യമൊക്കെ അവർ മനസ്സിലാക്കി അയാളെ വീട്ടിൽ വിടത്തില്ല. ബൈബിളിൽ ഒരു വാക്യം വായിക്കത്തുമില്ല. അഥവാ വായിച്ചാൽ തന്നെ അവൻ്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു, ഇന്ന് തൊടുന്നെങ്കിൽ വിടുതൽ നടക്കാൻ പോവുകയാണ്. അണ്ടാ ചെല്ലിപ്പോഴേ കൈയടിച്ച് കയറി വരികയാണ്. ഞാൻ ട്രോൾ ചെയ്താണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? ഇത് ആക്സിലറേറ്ററിൽ കൊടുത്ത് ചവിട്ടി പിടിച്ചോണ്ട് അവിടെ നിന്നാൽ മതി. നിങ്ങൾ ഇവിടെ കിടന്ന് ഓടും. സ്വതന്ത്രം അതിനകത്ത് ഒരു ചൊക്കുമില്ല. മാന്യ ദൈവമക്കളെ, നമ്മുടെ കരച്ചിൽ മാറുന്നത്, നമ്മുടെ ദുഃഖം മാറുന്നത് അവിടെ ചെല്ലുമ്പോഴേ മാറൂ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നിരാപാർക്കും ഉഷസിൽ ആനന്ദ ഘോഷം വരും. ഇന്നത്തെ കാര്യം കൂടെ കേൾക്കാം. വായിക്ക്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. എല്ലാം പുതിയതാക്കാൻ പോവാ. ആദ്യം പുതിയതാക്കി എന്താണെന്ന് അറിയാവോ? എന്നെ നിങ്ങളെ വാ. യേശുവിന്റെ രക്തത്താൽ നമ്മളെ പുതിയതാക്കി മാറ്റി. അത് ആദ്യം ചെയ്യുന്ന പുതിയത്. പിന്നീട് കർത്താവ് പുതിയ ഭൂമിയിൽ നമ്മളെ കൊണ്ടുപോയി പുത്തൻ സ്ഥലത്ത് നമ്മളെ ആക്കും. അതിനാദ്യം നമ്മളെ ആ പുതിയതാക്കുന്നത് കണ്ടോ? യേശുവിന്റെ രക്തത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ച് നമ്മളെ പുത്തനാക്കി മാറ്റും. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ആഗ്രഹിക്കുന്നവർ, ലോകത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് രക്ഷിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇനി ഞാൻ മടങ്ങി വന്നിട്ട് ഈ വാക്യത്തിലേക്ക് ഒടുവിൽ നമുക്ക് വന്ന് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യവും 14-ാം വാക്യവും ഒന്ന് വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു വലിയ പുരുഷാരം, സകല ഗോത്രത്തിലും സകല ജാതിയിലും സകല വംശവും. വണ്ടിത്തടത്തൊന്നും 10 പേരുണ്ടാവും അല്ലേ? ഞാൻ നോക്കുകയാണ്, ഇവിടെ നിന്നാര്? പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാരുടെ ദേശത്തോട്ടൊന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഇവിടെ ആരും രക്ഷിക്കപ്പെടാതൊന്നും ഇരിക്കത്തില്ല. ഉറപ്പായിട്ടും രക്ഷപ്പെടും. സ്തോത്രം. ഇവിടെ നിന്ന് കുറേ പേരുണ്ടാവും. അവിടെ ആർക്കും എണ്ണിക്കൂടാൻ പറ്റാത്ത വലിയ പുരുഷാരം അവിടെ നിൽക്കുന്നേ. നമുക്കും അതിൻ്റെ കൂടെ ചേരണ്ടേ? അതിൻ്റെ കൂടെ പറയാം, സകല ഗോത്രത്തിൽ നിന്നും സകല ജാതിയിൽ നിന്നും സകല ഭാഷയിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാത്തൊരു പുരുഷാരം, വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി, ജയത്തിന്റെ ലക്ഷണമായി കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും സ്വർഗത്തിലെ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്താ അവിടെ പോയി നിൽക്കണ്ടേ നമുക്ക്? പ്രൈസ് ദി ലോർഡ്. അതാണ് ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൽ കരുള
ഇത്ര മഹത്വമുള്ള പദവി ഈ പുഴുക്കൾക്ക് തരാൻ ദൈവത്തിന് കൃപ തോന്നി. എത്ര മനോഹരാണെന്ന് നോക്കിയാൽ അതിന്റെ ആ സ്ട്രക്ചർ. സ്വത്രം കേക്ക് വൈകി എന്നുള്ളത് ആ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇവർ ഈ വലിയ പുരുഷാരം പറയാ, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും കണ്ട ദാനം. ഇതാരാ പറയുന്നേ? ഇതിന് തൊട്ട് മുമ്പിൽ നമ്മൾ നോക്കിയാൽ ഭൂമിയിൽ 1,44,000 പേരെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഇടയിൽ സ്വർഗത്തിലൊരു ദൂതൻ വന്ന് മുദ്രയിട്ട് മാറ്റി നിർത്തുക. എന്തിനാ? അടുത്തടിക്കുന്ന അടി അവർ കേൾക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. ഒറ്റ വാക്കൂടെ പറയാം. ഇസ്രായേലിൽ നിന്ന് 144,000 പേരെ വരാനിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നടുവിൽ പിന്നീട് നടക്കാൻ പോകുന്ന അടി ഇവർ കേൾക്കാതിരിക്കേണ്ടതിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു 144,000 പേരെ കർത്താവ് മുദ്രയിട്ട് നിർത്തും. അവരെ ഭൂമിയിൽ മുദ്രയിട്ട് വെക്കുമ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു പുരുഷാരം അവിടെ നിന്ന് പാടുകയാണിടാ, ഈ രക്ഷ എന്നുള്ളതേ ഈ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ ദാനവാ. ഇത് ഞങ്ങൾക്ക് പണ്ടേ കിട്ടിയതാ. ഇതിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നും പറഞ്ഞു ഇവർ സ്വർഗത്തിൽ ഭയങ്കര പാട്ടാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം. രക്ഷയുടെ വില അറിഞ്ഞവരാ അവര്. മനസ്സിലായോ? രക്ഷയുടെ വില വല്ലതും നമുക്കറിയാവോ? ഇപ്പൊ ആൾക്കാരൊക്കെ കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ ഒരു തുണ്ട് കൊടുക്കും, അതിനകത്ത് രക്ഷിക്കപ്പെട്ടോ പെട്ടു, ഒരു ടിക്കറ്റ് കഴിഞ്ഞാൽ പെട്ടു. സോദരം, അങ്ങനെയൊന്നും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കരഞ്ഞ് ഒരു പരുവായിട്ട് അവൻ മാനസാന്തരപ്പെടുന്നു. അവൻ പിന്നെ ഒരിക്കലും രക്ഷിക്കപ്പെട്ടതിനെ ഓർത്ത് പശ്ചാത്തപിക്കത്തില്ല. എത്രയോ പെന്തക്കോസുകാർ രക്ഷിക്കപ്പെട്ടതിനെ ഓർത്ത് പശ്ചാത്തപിച്ചു നടക്കുക. അത് നിങ്ങൾക്കറിയാവോ? അവർ പറയാം ഞാൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലേ, കാണിച്ചു തരായിരുന്നു. കണ്ട മനസ്സിലായോ? യുവനൊക്കെ ഏതോ സാഹചര്യത്തിൽ ചാടി പെന്തക്കോസി കയറിയതാ അല്ലേ? ചിലപ്പോൾ കടം പിടിച്ചിരുന്നപ്പം വന്ന് സഭയെ കയറി കൊടുത്ത് കാണും, പാസ്റ്റർ പിടിച്ച് കണ്ട തക്കത്തിന് പിടിച്ച് മുക്കി വിട്ട് കാണും. സ്വത്രം എങ്ങനെയോ അവൻ പെട്ടുപോയതാ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. സ്വത്രം അങ്ങനെ പെട്ട ആരെയും പിടിച്ച് പെന്തക്കോസിനകത്താക്കരുത്. സ്വത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ 7 പേരെ സ്നാനപ്പെടുത്തി. സ്വത്രം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ശരിക്കും ആലോചിച്ചിട്ട് വേണം പെടാൻ. ടപേത് ഇവിടെ ആരും ഇറങ്ങി വരരുത്. ശരിക്കും ആലോചിച്ചിട്ട് ഗുണപ്പെട്ടെങ്കിൽ മാത്രം വന്നാൽ മതി. സ്വത്രം ഇപ്പൊ ഗുണപ്പെട്ടെന്ന് പറഞ്ഞ് 7 പേര് വന്നു. അങ്ങനെ 7 എണ്ണത്തിനെ സ്നാനപ്പെടുത്തി വിട്ടിരിക്കുകയാണ്. സ്വത്രം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്വത്രം രക്ഷിക്കപ്പെടാതെ ഗുണം പിടിക്കാതെ ഒരുത്തനും വെള്ളത്തിൽ ഇറങ്ങരുത്. ഇതങ്ങനെ സഭയിൽ പതുക്കെ വന്ന് വരുമ്പോഴേ നമ്മൾ പറയും, സൗര മുങ്ങിയാ നിങ്ങൾ രക്ഷപ്പെട്ടു, ചുമ്മയാണ് ചാടിക്കളയരുത്. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ? മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രം സ്വർഗത്തിൽ നിർബന്ധമായി പോകണമെങ്കിലേ സ്നാനപ്പെടാവൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിർബന്ധമായിട്ട് സ്വർഗത്തിൽ പോകണം, എന്നാൽ നിങ്ങൾക്ക് സ്നാനപ്പെടാം. മനസ്സിലായോ? അല്ലാതെ പാസ്റ്റർ പറഞ്ഞു ഭാര്യ ചെന്ന് ഭർത്താവിനെ ഇളക്കുക, ചേട്ടാ നിങ്ങൾ സ്നാനപ്പെടാത്തതുകൊണ്ട് എൻ്റെ തലവേദന മാറാത്തത്, പിന്നെ ഇത് സഭയ്ക്ക് തലവേദനയാണ്. വഴിയെ പോകുന്നതിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കരുത്. ചത്തെന്ന് ഉറപ്പ് വന്നിട്ട് മതി. നമ്മുടെ വ്യാധിനെ മുക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് സംഭവിക്കുന്ന ഒരു ചുക്കും സംഭവിക്കുകയില്ല. ഈ കൂട്ട പിശാചിനെ എല്ലാത്തിനും കൂടെ പിടിച്ച് നിങ്ങൾ എന്തിനാ സ്നാനപ്പെടുത്തി വിടുന്നേ? എന്തുമാത്രം പിശാചികളെന്നറിയാമോ സ്നാനപ്പെട്ട് നിൽക്കുന്നേ? അതുകൊണ്ട് തന്നെ കർത്താവ് സ്നാനപ്പെട്ടെന്ന കാരണം സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. എങ്കിൽ പിശാചികൾ നിരന്നിരിക്കും. ഞങ്ങളെല്ലാം പെട്ടതാ. എവിടാ? ബുക്കും പേപ്പറും ഉള്ള അംഗീകൃത സഭയിൽ പെട്ടതാ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അവിടെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആരും വിചാരിക്കരുത്. അങ്ങനെ ആരും വെള്ളത്തിൽ മുങ്ങരുത്. അങ്ങനെ ഒന്നും ഒരു സെറ്റപ്പ് ഇല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചു എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകണമെന്ന നിർബന്ധം നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാം. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവേശം, എൻ്റെ കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം, അത് നിർബന്ധമാവണം. കർത്താവ് എനിക്ക് ആത്മാവിനെ തന്നേ പറ്റൂ. ആത്മാവില്ലാതെ മുമ്പിലോട്ട് പോകാനാകില്ലെന്ന് എൻ്റെ അകത്തൊരു വിഷമമുണ്ടായി എന്ന് കർത്താവ് ഗ്രഹിച്ചാലേ ആത്മാവിനെ തരൂ. അതാ പറഞ്ഞ മുട്ടുവിൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ചെറിയ സഭക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി അന്യഭാഷയില്ല, അവനില്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? എന്തായാലും ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് അന്യഭാഷ ഉണ്ടേ, അതിൻ്റെ അർത്ഥം ഒറിജിനൽ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഇല്ലാത്ത ഒന്നിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഇല്ല. 1000-ന്റെ നോട്ട് നമുക്കിപ്പോൾ കിട്ടില്ല, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല, കാര്യം ഒറിജിനൽ ഇല്ല. പഴയ 500-ന്റെ നോട്ട് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല, കാര്യം പഴയ 500-ന്റെ നോട്ട് ഇല്ല. 2000-ന്റെ നോട്ട് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ല, കാരണം അത് നിന്ന് പോയി. ഇവിടെ ചിലർ പറഞ്ഞു കിടക്കുക അന്യഭാഷ നിന്ന് പോയി. നവമാരിക്ക് നിന്ന് പോട്ടെ, നമുക്ക് നിന്ന് പോയില്ല. ഞാൻ ഇന്നും അന്യഭാഷയിൽ എൻ്റെ ദൈവത്തെ സ്തുതിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കൃപാവരങ്ങളൊന്നും നിന്ന് പോയിട്ടില്ല. എല്ലാ കൃപാവരവും ഇവിടെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഇന്നൊരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക, പാസ്റ്ററെ എൻ്റെ ഭാര്യയുടെ വേറെ ഏതൊണ്ടൊരു ബന്ധം പറഞ്ഞിട്ട് പറയും അവിടെ ചെന്നപ്പോൾ അവരുടെ സഭയിൽ അന്യഭാഷ പഠിപ്പിക്കുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയില്ല. കാരണം ഞാൻ ഇത് സ്ഥിരം കാണുന്ന കേസാണ്. ഞാൻ ഞെട്ടിപ്പോയി എന്നൊരു വാക്ക് പറയാൻ കാരണം അവരുടെ ബന്ധുവിൻ്റെ ചർച്ചിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഞെട്ടി ഞാൻ. അല്ലേ?
നിങ്ങൾ അറിയണം, അതിനകത്ത് രണ്ട് ഡയമെൻഷൻ നിങ്ങൾ അറിയണം. ഒന്ന്, അന്യഭാഷ ഇല്ലെന്ന് പഠിപ്പിക്കുക. രണ്ട്, അന്യഭാഷ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് രണ്ടും ഡേഞ്ചറസ് ആണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സംസാരിച്ച് തുടങ്ങും. അത് നിങ്ങൾ പഠിക്കും വേണ്ട, അതില്ലെന്നും പറഞ്ഞ് നടക്കുക. ഇത് ഇല്ലെന്ന് പറയുന്നത് പോലെ അപകടമാണ് പഠിക്കുന്നത്. ഇതൊന്നും ചെയ്യണ്ട. പരിശുദ്ധാത്മാവിനെ ഒറിജിനലായിട്ട് നിങ്ങൾ പ്രാപിച്ചാൽ കൃപാവരങ്ങൾ നമ്മളിൽ ജ്വലിക്കും. അതിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെട്ടു തുടങ്ങും. അതിലൊന്നാണ് സ്നേഹം. സ്നേഹം ദീർഘമായി ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ കുറെ നേരം കൊണ്ട് ക്ഷമിക്കുന്ന ഇനി പറ്റില്ല, അത് ഫലമല്ല, അത് അഫലമാണ്. ദീർഘമായി ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ദീർഘത്തിന് സ്റ്റോപ്പില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റോപ്പില്ല. 10 തെറി വിളിച്ചു, നമുക്ക് ഒരു കുഴപ്പമില്ല. 11ാമത് വിളിക്കുമ്പോൾ പൊട്ടിത്തെറിക്കില്ല. 100 തെറി വിളിച്ചാലും നമുക്ക് അനക്കം വരില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടിയിട്ടുന്നുണ്ടോ? നെല്ലിപ്പലക നമുക്ക് ഇളകി പോകത്തില്ല. ഇനി ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനേക്കാളും നിങ്ങൾ ആദ്യം ചെയ്ത് വിളിച്ചൂടെ? ചെല്ലു പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പാസ്റ്ററെ. പണ്ടങ്ങനല്ല, ഞാൻ ആദ്യം തിരിച്ചു വിളിക്കും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ പിടിച്ചേക്കും, എന്നിട്ടേ വിളിക്കുള്ളൂ. എന്തിനാണ് ഇത്രയും കിടന്ന് ശ്വാസം പിടിക്കുന്നത്? ആദ്യം 2 ചീത്ത വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണിക്ക് വെക്കൂടെ? സ്തോത്രം. ചെല്ലു കുറേ നേരം ചെല്ലു പിടിച്ചോണ്ടിരിക്കുക. പണ്ടൊരിക്കൽ ഞാനടുത്ത് പ്രസംഗം ചെയ്തപ്പോൾ ഒരു സഹോദരി പറയുകയാണ്, സാക്ഷി പറയുകയാണ്, അവർ എൻ്റെ മുമ്പിൽ പണ്ടാരും ഇങ്ങനെ നിവർന്നു നിൽക്കത്തില്ലായിരുന്നു, ഞാനിപ്പോൾ സ്നാനപ്പെട്ടു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും എനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. ഞാൻ കുളിക്കാൻ കയറിയപ്പോൾ എനിക്കെതിരായി സംസാരിച്ചു. ഞാൻ വായ്ക്കകത്ത് വെള്ളം നിറച്ചു കൊണ്ടു. എന്നിട്ട് ഞാൻ വായിൽ വെള്ളം വെച്ചുകൊണ്ട് ഞാൻ തുണി മാറിയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അപ്പൻ വശം കേടായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ വെള്ളം തുപ്പി. അല്ലേ? ശേഷം ചിന്താവഹനീയം. അവർ പറയാണ്, സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വായിൽ വെള്ളം കൊണ്ടിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. മാനസാന്തരം ഒറിജിനൽ ആയാലേ സാധനം മാറുള്ളൂ. അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തല്ല ചീത്തവിളി മാറ്റുന്നത്, മദ്യപാനം മാറ്റുന്നത് പ്രാക്ടീസ് ചെയ്തല്ല. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടാൽ അവന്റെ ജീവിതം അടിസ്ഥാനപരമായി മാറും. പിന്നെ അവൻ പ്രാക്ടീസ് ചെയ്തല്ല മാറ്റുന്നത്. ഇത് യോഗയല്ല. ഒരുവൻ വീണ്ടും ജനിച്ചാൽ അവന്റെ സ്വഭാവം മാറിയിരിക്കും. അതാ കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ അതൊരു അനുഭവമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രാക്ടീസ്. അനുഭവമാകണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെടാതെ ഏതെങ്കിലും ദൈവമക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? മാനസാന്തരപ്പെടാത്ത ദൈവമക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ, കറണ്ടിന്റെ മീറ്റർ തിരിച്ചു വെക്കുക. ബസ്സിൽ കയറിയാൽ 12 വയസ്സുള്ള കൊച്ചിനെ 8 വയസ്സായെന്ന് പറയുക, അല്ലേ? കള്ളത്തരം പറഞ്ഞ റേഷൻ കടയിൽ നിന്ന് അരി കൂടുതൽ മേടിക്കുക. പിന്നെ എന്തെല്ലാം തിരിമറികൾ. ഇവകളൊക്കെ ചെയ്തിട്ട് ദൈവമക്കളാണെന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ മാനസാന്തരത്തിന് വേണ്ടി ഏൽപ്പിക്കണം. കാലം കഴിയാറായി, കൃപയുടെ വാതിലടയാറായി. അഭ്യാസങ്ങൾ കാണിച്ചിട്ട് ആരും കാണുന്നില്ലെന്ന് കരുതി നിങ്ങൾ മുമ്പിലോട്ട് പോകരുത്. സ്തോത്രം. എൻ്റെ സഭയിൽ ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരിക്ക് കർത്തൃമേശ കൊടുത്തു. അവരുടെ ഹൈന്ദവ സഹോദരിയാണ്, അവൾ രക്ഷിക്കപ്പെട്ടു. ഏതോ സഭയിൽ നിന്ന് സ്നാനപ്പെട്ടു. അതിനുശേഷം എൻ്റെ സഭയിൽ കുറച്ച് ദിവസം വരുമായിരുന്നു. അപ്പോൾ ഭർത്താവ് പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ അവൾക്ക് കർത്തൃമേശ കൊടുത്തു. 2 പ്രാവശ്യം അടുപ്പിച്ച് കർത്തൃമേശ കൊടുത്തപ്പോൾ ഒരു വിശ്വാസിക്ക് അത് പിടിച്ചില്ല. അയാൾ സഭ വിട്ടുപോയി. അയാൾ ഭയങ്കര ആത്മീയനാണെന്ന് പറഞ്ഞാൽ അന്യഭാഷയെ പറയൂ. തകർപ്പൻ അന്യഭാഷയാണ്, ഭയങ്കര ദൈവകൃപയാണ്. ദൈവകൃപ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം പോലും ഞെട്ടിപ്പോകും. അപ്പോൾ അയാൾ പറഞ്ഞു, പാസ്റ്റർ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പാസ്റ്റർ ആഭരണം ഇട്ടവർക്ക് കർത്തൃമേശ കൊടുത്തു. ആഭരണം മാത്രമല്ല, ഈ സ്ത്രീ ചിന്തൂരം ഇട്ടിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ ഭർത്താവ് കളഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അവരേക ആശ്രയമായിട്ട് ആരാധനയ്ക്ക് വരികയാണ്. അവർ ചെന്തൂരം ഇട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അവർക്ക് കർത്തൃമേശ കൊടുക്കാൻ എനിക്കെങ്ങനെ മുടക്കാൻ പറ്റും? അപ്പോൾ ഇവർ പറയാം, ചെന്തൂരം മാച്ചിട്ട് കൊടുക്കണം. ചെന്തൂരം കിടക്കുന്ന ഇയാൾക്കാണ് പ്രയാസം, കർത്താവിന് പ്രയാസം ഇല്ലെങ്കിലോ? അതുകൊണ്ട് എല്ലാവർക്കും ചെന്തൂരിട്ടവർക്ക് കൊടുക്കാന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ തിരിച്ചു വന്ന് അവർ മര്യാദയ്ക്ക് ഒരുമിച്ച് ജീവിക്കുകയാണ്. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, കിട്ടും. ഈ മനുഷ്യൻ ചാടിപ്പോയി. ഇവിടെ കൃപ കുറവായതുകൊണ്ട് അയാൾ വേറെ ചർച്ചയിൽ പോയി. എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞത് അയാൾ ഒരാൾക്ക് 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് 50 ലക്ഷമാക്കി തിരിച്ചു കിട്ടാൻ. പൗലോസ് പറയുന്നൊരു വർത്തമാനമുണ്ട്, നിങ്ങളുടെ സഹോദരനിൽ ഒരുത്തൻ ദ്രവ്യാഗ്രഹിയാണെങ്കിൽ അവൻ്റെ കൂടെ ഫുഡിന് പോലും ഇരിക്കരുത്. അതുകൊണ്ട് അയാൾ കുടുംബമായി സഭ വിട്ടുപോയതിൽ ഞാനിപ്പോൾ ആനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പെന്തക്കോസ്തുകാരായ ദൈവമക്കൾ, നിങ്ങൾ പോകുന്ന എല്ലാ ജോലിയും, ഞാൻ പറയാൻ മനസ്സിലായോ? എല്ലാ ജോലിയും 1200 രൂപ ശമ്പളം മേടിക്കുന്നെങ്കിൽ 1300 രൂപയുടെ ജോലി നിങ്ങൾ ചെയ്തിരിക്കണം.
പറഞ്ഞ മനസ്സിലായോ? പെന്തക്കോസുകാരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. 1200 രൂപ വാങ്ങിച്ചാൽ 300 രൂപയ്ക്ക് ജോലി ചെയ്യണം അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക 2 പെന്തക്കോസുകാർ ജോലിക്ക് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു 1400 രൂപയാണ് ശമ്പളം. ഞാൻ 1400 രൂപ കൊടുത്തു. ഇന്ന് ഞാൻ ശമ്പളം കൊടുത്തിട്ട് ഞാനങ്ങ് പോയി. അപ്പോഴത്തേക്ക് അവർ 100 രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു, കുറച്ച് മതിയെന്ന്. അവർക്ക് ഏതാണ്ട് വിഷമം തോന്നി. എടാ, നാട്ടിൽ 1200 രൂപയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ പെന്തക്കോസുകാരായതുകൊണ്ട് മാത്രം ഇവർ എൻ്റെ അടുത്ത് 200 രൂപ കൂടുതൽ വെച്ചു. ഒരു തെറ്റുമില്ല കേട്ടോ. പണി 800 രൂപയ്ക്ക് പോലും നടന്നില്ല. ഞാനപ്പോൾ ഹൃദയത്തെ ചിന്തിച്ചു, എടാ ഞാനിത് എൻ്റെ വിശ്വാസികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സിംപിളന്മാരായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും തിരിച്ചറിയണം, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോക്ക് നടക്കുകയില്ല. നിങ്ങൾ ആരുടെ പാവങ്ങളുടെ വീട്ടിൽ പോയാൽ നിങ്ങൾ ഇതിൻ്റെ അപ്പുറം ചെയ്യണം. നിങ്ങൾ ഞാൻ ഓടി ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരല്പം വൈകിപ്പോയതിൽ വല്ലാതെ വിഷമിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. ഒരല്പം വൈകിപ്പോയി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ് സംഭവിച്ചത്. സ്തോത്രം. എനിക്ക് വല്ലാത്ത ഖേദമുണ്ട്. ദൈവമക്കളാണെന്ന ബോധം നിങ്ങൾക്ക് വേണം. തറ തുടയ്ക്കാൻ പോകുന്നവരാണോ, വൃത്തിക്ക് തുടക്കാൻ നിങ്ങൾ അറിയണം. പൈസ കൂടുതൽ വാങ്ങിക്കാനല്ല നിങ്ങൾ വെപ്രാളം പിടിക്കേണ്ടത്. വൃത്തിക്ക് അവർക്ക് നിങ്ങൾ എന്ത് പണിക്കാണ് വിളിച്ചത് അത് വൃത്തിയായി ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? രക്ഷിക്കപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ അതിൻ്റെ ഫലമുണ്ടാവണം. നിങ്ങളുടെ വാഹനത്തിൽ ഒരാളെ കൂടെ കയറ്റിക്കൊണ്ട് പോകണം. ഒരാളെ കൂടെ കയറ്റിക്കൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് വഴി നിൽക്കുന്ന സഹോദരിയൊന്നും കയറ്റിക്കൊണ്ട് പോകരുത്. പാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് എന്നും പറഞ്ഞ് കണ്ടതിനൊന്നും വലിച്ചു കെട്ടിക്കൊണ്ട് പോരും. ഞാൻ അതല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലല്ലേ? സമയമില്ലാത്തതുകൊണ്ട് ഓടിച്ചിട്ട് പറയുന്നേ. ഇവിടെ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫാമിലി കയറി നിൽക്കണം, അവരെ കൂടെ കയറ്റി അപ്പുറത്ത് ഇറക്കണമെങ്കിൽ ഇറക്കണം. വണ്ടിയിൽ ഇച്ചിരി മണ്ണാകും, കൊച്ചി ചിലപ്പോൾ മൂക്കള തൂക്കും. സ്വതന്ത്രം. എല്ലാം നമുക്ക് ബോധം വേണം, അറിവ് വേണം നമുക്ക്. ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മാന്യ ദൈവമക്കളെ, സ്വർഗത്തിൽ ചെന്ന് രക്ഷയുടെ സന്തോഷം തിരിച്ചറിഞ്ഞ ജനമാർത്തിരമ്പി ആരാധിക്കുമ്പോൾ സ്വർഗത്തിലെ സൈന്യം ഭയങ്കര ആരാധന. അവർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അവിടെ നിന്ന് മൂപ്പന്മാരിൽ ഒരാൾ ചോദിക്കുകയാണ്, യോഹന്നാനേ, സ്വർഗത്തെ ആരാധന കിളക്കിവിടുന്ന ഈ ജനം ഇവരെവിടെ നിന്ന് വന്നവർ? ഇവരാരാ? വായിക്കും 13-ാം വാക്യം. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന്. ആ ജനത്തെ കുറിച്ച് പറയാ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. മാന്യ സുഹൃത്തുക്കളെ, ഒരു ഗ്രൂപ്പ് സ്വർഗത്തിൽ ആർത്തിരമ്പി ആരാധിക്കുമ്പോൾ, സ്വർഗത്തിൽ സൈന്യം മുഴുവൻ കർത്താവിനെ ആരാധിക്കുമ്പോൾ, മൂപ്പന്മാരിൽ ഒരാൾ യോഹന്നാനോട്, യോഹന്നാനെ ആരാ ഇവർ ഈ ബഹളം വെക്കുന്ന ഇത്രയും ഒച്ചയിൽ ആരാധിക്കുന്ന ഇവരാരാ? യോഹന്നാൻ പറഞ്ഞു, എനിക്കറിയില്ല. മൂപ്പൻ പരിചയപ്പെടുത്തി കൊടുക്കടാ, ഇവർ ഇത്രയും ഓളം വെക്കുന്നതിന് കാരണം, സ്വർഗത്തിൽ ഇവർ ഇത്രയും തുള്ളി ആരാധിക്കുന്നതിന് കാരണം, ഇവർ ഭൂമിയിൽ മഹാകഷ്ടത്തിൽ നിന്ന് വന്നതാണ്. എന്തിനാ ഇവർ കഷ്ടപ്പെട്ടത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കാൻ കഷ്ടപ്പെട്ടതാ. മാന്യ സുഹൃത്തുക്കളെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മുടെ ചാർച്ചക്കാർ നമ്മളെ തള്ളിക്കളയും, നമ്മുടെ സ്വത്തുവകകൾ അവർ അപഹരിക്കും, നമ്മളെക്കുറിച്ച് അവർ അപകീർത്തി പറഞ്ഞുണ്ടാക്കും. ഇവകളെല്ലാം യേശു അനുഭവിച്ചതാണെന്ന് തിരിച്ചറിയണം. തിരിച്ചവകൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ ഞരമ്പുകൾ അനങ്ങാൻ പാടില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ അവകൾക്കെതിരെ ചലിക്കാൻ പാടില്ല. കാരണം യേശുവിനെയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ജയിച്ച യേശുവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവകൾ നശിച്ചിരിക്കണം. ആര് നമ്മളെ എന്തു പറഞ്ഞാലും അത് ശരിയായിക്കോട്ടെ മോശമായിക്കോട്ടെ, നമ്മൾ അറിയാത്തതായിക്കോട്ടെ, തിന്മ പറഞ്ഞുണ്ടായിക്കോട്ടെ, ദൂഷണം പറഞ്ഞോട്ടെ, ഇതൊന്നും നമ്മളെ ഏശാൻ പാടില്ല. യേശുവിനെ പറഞ്ഞതിന്റെ അപ്പുറം നമ്മളെ ആരും പറയില്ല. നാഥന് മുൾമുടി നൽകിയ ലോകം എനിക്കും നിങ്ങൾക്കും അതും നൽകും. പക്ഷേ അവകൾ സഹിക്കാൻ ആവശ്യമായ കൃപ നമ്മുടെ മേൽ കർത്താവ് പകരും. അവിടെ പറയവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തെ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ദൈവമക്കളെ, നമ്മളിപ്പോ പോകാൻ പോവുകയാണ്. കാര്യം നമുക്കൊരു വശം കെട്ട ശരീരം നമ്മുടെ കയ്യിലുണ്ട്. 75 കിലോ 80 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്രയൊക്കെ കണ്ട് വരും അല്ലേ? 40 കിലോ ആയാലും 30 കിലോ ആയാലും ഒരു മെനക്കെട്ട ശരീരം നമുക്കുണ്ട്. ഈ ശരീരത്തിന് കുറച്ച് കഴിയുമ്പം വെള്ളം കൊടുക്കണം, കുറച്ച് കഴിയുമ്പോൾ മൂപ്പർക്ക് ഇച്ചിരി കിടക്കാൻ സൗകര്യം കൊടുക്കണം അല്ലേ? ഒരുപാട് ക്രമീകരണങ്ങൾ ഈ ശരീരത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷേ നമ്മൾ താമസിയാതെ അക്കരെ നാട്ടിൽ പോകാൻ പോവുക.
ഈ ശരീരമില്ലാതെ തേജസ്സുള്ളൊരു ശരീരത്തിൽ നമ്മൾ അക്കരെ വെളിപ്പെടാൻ പോവുക. ഈ താഴ്ചയുള്ള ശരീരം മാറും, ഈ രോഗം പിടിച്ച ശരീരം മാറും, ഈ പ്രയാസം പിടിച്ച ശരീരം മാറും. ഈ പിശാചുള്ള ലോകത്തെ ജയിച്ച് നമ്മൾ അക്കരെ നാട്ടിൽ പോകാൻ പോവുക. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വചനം പറയുക, കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ രാപ്പകൽ ആരാധിക്കുമെന്ന്. കാരണം ഈ ശരീരം നമുക്കിന്നൊരു മെനകേടാണെങ്കിൽ ഈ ശരീരം മാറ്റിത്തന്നാൽ നമുക്ക് രാപ്പകൽ കർത്താവിനെ ആരാധിക്കാൻ നിർവാഹമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരിടത്തേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു. ഈ മർത്യമായത് അമർത്യത്വത്തെ പ്രാപിക്കാൻ പോവുക. ഈ ശരീരം മാറി നമ്മൾ ജീവൻ പ്രാപിക്കാൻ പോവുക. താഴ്ത്തു വായിക്ക്. അവർക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കത്തില്ല. കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് വിശപ്പില്ലേ? അതാ ഇപ്പൊ വിടാൻ പോകുന്നേ. സ്വതന്ത്രം. ഇനി അവർക്ക് വിശക്കത്തില്ല, ഇനി ദാഹിക്കത്തില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. കണ്ടോ, ഞാൻ പ്രസംഗിച്ചുകൊണ്ട് ഇച്ചിരി വേർത്ത് പോയത് കൊണ്ട് ദൈവദാസൻ എനിക്ക് ഫാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. സ്വതന്ത്രം അല്ലേ? എന്റെ പണ്ടത്തെ കണ്ടീഷനിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ഫാൻ കിട്ടിയില്ല, ഞാൻ ചുണ്ട് തറയി വീഴും. ഇപ്പം അതൊക്കെ മാറി, കുറച്ചുകൂടി ആരോഗ്യം വന്നു. വയസ്സായി വന്നപ്പോൾ വന്ന ആരോഗ്യമാണ്. സ്വതന്ത്രം. എങ്കിലും ഞാൻ ക്ഷീണിച്ചത് കണ്ടിട്ട് സഹോദരൻ എനിക്ക് ഫാൻ ക്രമീകരിച്ചു തന്നതാണ്. സ്വതന്ത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, വെയിലും കേൾക്കുകയില്ല, ഒരു ചൂട് കേൾക്കത്തില്ല. കാരണം ഇതിന്റെയൊക്കെ മുകളിൽ നമ്മൾ പോകാൻ പോകുന്നേ. സ്വതന്ത്രം. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് നമ്മളെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. സ്വർഗം പോലും സന്തോഷിക്കുന്ന ഇടത്തേക്ക് നമ്മൾ പോകാൻ പോവുക. മാന്യദൈവമക്കളെ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാണിക്കാത്തവരായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഒറിജിനൽ മാനസാന്തരം വേണം. ഇനി എത്ര ദിവസം ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ മേലെ കൃപ പകരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങയുടെ ജീവിതം മാറ്റണമെന്ന് പറയാം. ദൈവമക്കളെ, എങ്ങനെങ്കിലും ഒരു ജീവിതം നമുക്ക് പോരാ, എങ്ങനെങ്കിലും ഒരു ജീവിതം പോരാ. ആരെന്തെന്ന് കേട്ടാലും കുന്തെന്ന് പറയുന്ന രീതി നമുക്ക് മാറണം. സ്വതന്ത്രം. ജീവിതത്തിലെ ശൈലി നമുക്ക് മാറണം. വല്ലാത്ത ഷോർട്സ് കാണൊക്കെ നമുക്ക് മാറണം. നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, നിങ്ങൾക്കറിയാലോ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓടിച്ച് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. തിരുവെഴുത്ത് നമുക്ക് എത്ര സമയം വായിക്കാൻ പറ്റുന്നുണ്ട്? തിരുവെഴുത്ത് ധ്യാനിക്കാൻ പറ്റുന്നുണ്ടോ? ജീവിതം വിശുദ്ധിയിലേക്ക് കടത്തിവിടാൻ പറ്റുന്നുണ്ടോ? ജീവിതത്തിനൊരു വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ടോ? അതോ പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടന്ന് കറങ്ങി മറിയുകയാണോ? ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ അടുത്ത് പറയണം, കർത്താവേ എനിക്ക് കൃത്യമായൊരു മാനസാന്തരം തരണം. എൻ്റെ മേൽ ആ പരിശുദ്ധാത്മാവിനെ അങ്ങ് പകരണം. എൻ്റെ മേൽ കൃപാവരങ്ങളെ കർത്താവ് പകരണം. ഇന്ന് രാത്രിയിൽ ജയിച്ചവനായി ജയിച്ചവളായി മടങ്ങിപ്പോകാൻ കർത്താവ് എനിക്ക് കൃപ തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരു ദേശത്തിലുണ്ടായിരുന്ന എന്താ പറയുക, മോശം ന്യായാധിപൻ, സ്തോത്രം, ന്യായമില്ലാതെ പ്രവർത്തിച്ച ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് സ്ഥിരമായി മുട്ടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ആ മോശം ന്യായാധിപതി, എന്താ പറഞ്ഞാൽ ന്യായമില്ലാത്ത ആ ന്യായാധിപതി, അയാൾക്ക് ആ സ്ത്രീക്ക് കരുണ കാണിച്ചു കൊടുത്തു എങ്കിൽ നീതിമാനായ നമ്മുടെ കർത്താവ് നമുക്ക് എത്രയധികം ന്യായം പാലിച്ചു തരും. ആ കർത്താവിൻ്റെ അടുക്കൽ, കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്നൊന്ന് പറയാവോ? ഈ രാത്രിയിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ മാനസാന്തരത്തിനായിട്ടും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്തവർ കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊന്ന് പറയാവോ? ഇന്ന് രാത്രി ഗ്രൗണ്ട് വിടുന്ന നിങ്ങൾ നാളെ ആരാധനയ്ക്ക് എത്തുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞിരിക്കും. നിങ്ങൾ ആ തീരുമാനം ഹൃദയത്തിൽ എടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങൾ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ആത്മാവിനെ തരാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? അന്യഭാഷയില്ലാത്തവർക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് അങ്ങയുടെ ആ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. ചില നിമിഷങ്ങളൊന്ന് കണ്ണടച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു. ആ കല്യാണത്തിന് കാന്തയാകേണ്ടവളാണ് ഞാൻ. എനിക്ക് അവിടേക്ക് എത്താനുള്ള കൃപ അങ്ങ് നൽകണമെന്ന് പറയാം. കർത്താവെ, പുതിയ ഭൂമിയിലേക്ക് എനിക്കെത്തണം. കർത്താവിൻ്റെ കൃപ എൻ്റെ മേൽ പകരണമെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർ മഹാ കഷ്ടത്തിൽ നിന്ന് വന്നവർ. ആ കഷ്ടത ജയിക്കാൻ ഒരു കൃപ കർത്താവ് നമ്മുടെ മീതെ പകരുകയാണ്. ആ ദയക്കായി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി ചില നിമിഷങ്ങൾ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ മേൽ അഭിഷേകം പകരണമെന്ന് പറയാം. തിരുസാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പറയാം. ഇന്ന് ദൈവത്തിന്റെ മഹാ തേജസ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിലർ കരഞ്ഞുകൊണ്ട് വന്ന ചിലരുണ്ട്. ചിലർ കുറെ നാളുകളായി ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് അഭിഷേകം കിട്ടുന്നില്ല? നീ ഹൃദയ വാഞ്ചയോടെ ആഗ്രഹിക്കാത്തത് കൊണ്ട്, വിശ്വസിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാത്തത് കൊണ്ട്,
കർത്താവിനോട്, കർത്താവേ, അങ്ങയുടെ ആത്മാവില്ലാതെ എനിക്കൊരു ഇഞ്ച് പോലും മുമ്പിലേക്ക് കടക്കാനാവില്ല. എന്റെ മുമ്പിലുള്ള പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാൻ തകർന്നു പോകുന്നു. തകരാതിരിക്കണമെങ്കിൽ, പതറാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അഭ്യാസമല്ല വേണ്ടത്, ബുദ്ധി ഉപയോഗിക്കുകയല്ല വേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താനാവില്ല. ഒരു മനുഷ്യനും നിങ്ങളെ ക്ഷുദ്രം കൊണ്ട് തകർക്കാനാവില്ല. ഒരു മനുഷ്യനും നിങ്ങളെ വെല്ലുവിളിച്ച് തകർക്കാനാവില്ല. നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളുടെ അവസാനം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ജനത്തിന് നടുവിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിക്കാവോ? എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തെയും മൂടാം. ഓ റിബ മനക മനക തുരജലാര മനക ദുരജലംധനാര ഭൗഷി മനക ദുരജലഗമന ഖദനാര മനം ദിനബലഗമനക ദുരജലഗനവസ്യ